ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെർസെൻറ്റേജ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് കേട്ടോ. എടാ, ഈ പെർസെൻറ്റേജ് എന്താണെന്ന് ആദ്യം പരിചയപ്പെടുത്തി തരാം. ഒന്നുമില്ല, പെർസെൻറ്റേജ് മീൻസ് ഔട്ട് ഓഫ് 100. ഇത്രയേ ഉള്ളൂ സാധനം. ഇനി പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ചോദിച്ചാൽ അതിന് ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. പെർസെൻറ്റേജ് സിമ്പിൾ അറിയാമല്ലോ, ഇങ്ങനെയാണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഫേവറബിൾ ഡിവൈഡഡ് ബൈ, ഇവിടെ എന്തോ എഴുതണോടാ, ടോട്ടൽ ഇൻറ്റു 100. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ബേസിക് ഇക്വേഷൻ കേട്ടോ. ഈ ഒരു സാധനം കൂടെ നോക്കി വെച്ചോ. എന്താ പറഞ്ഞേ? പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ ഫേവറബിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100. ഇനി ഇത് എന്താണെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എടാ, ഉദാഹരണത്തിന് എന്നോട് പറയുകയാണ്, ഒരു എക്സാം കണ്ടക്ട് ചെയ്തു. ഇൻ ആൻ എക്സാം എനിക്ക് എത്ര കിട്ടി? എനിക്ക് 43 കിട്ടി ഔട്ട് ഓഫ് 50. 50 എനിക്ക് എത്ര കിട്ടി? 43 കിട്ടി. എങ്കിൽ എൻ്റെ 50 ലഭിച്ച 43 എത്ര ശതമാനമാണ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഈ 50 എന്ന് പറയുന്നതിന് പകരം 100 എന്ന മാർക്കിനാണ് പരീക്ഷ നടത്തിയതെങ്കിൽ എനിക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും? ഇത് രണ്ടും ഒരേ ആളെ തന്നെ ഉദ്ദേശിക്കുന്ന പെർസെൻറ്റേജ്. നമുക്കിനി എങ്ങനെയാണെന്ന് ചെയ്തു നോക്കാം. ഒന്നുമില്ല, ആദ്യമേ ഫേവറബിൾ എന്നത് പറയുന്നത് എന്താ? ഞാൻ ഏത് കോണ്ടെക്സ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എനിക്ക് ആ കോണ്ടെക്സ്റ്റിൽ കിട്ടിയ ഔട്ട്കം എന്ത്? പരീക്ഷ നടത്തി എനിക്ക് കിട്ടിയത് 43. അതാണ് എൻ്റെ ഫേവറബിൾ എന്ന് പറയുന്നത്. സോ ഐ എം റൈറ്റിംഗ് 43 ഡിവൈഡഡ് ബൈ എന്തോന്ന് ചെയ്യൂടാ? ഇവിടെ എത്രയിലാണ്? ടോട്ടൽ 50ലാണ്. ഞാൻ ഇനി എന്ത് ചെയ്യണം? ഇൻറ്റു 100 കൊടുക്കണം. കാര്യം എന്താ? ഐ ഹാവ് ടു കൺവേർട്ട് ദിസ് നമ്പർ ടു 100ലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ. അതുകൊണ്ട് ഇൻറ്റു 100 കൊടുക്കണം. എങ്കിൽ എൻ്റെ ആൻസർ എത്ര വരും? 50ഉം 100ഉം ക്യാൻസൽ ചെയ്ത് ഇവിടെ 2, 43ൻ്റെ ഇരട്ടി എത്ര വരും? ഇവിടെ 86 എന്ന് വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ 86%. എൻ്റെ മാർക്ക് എത്ര? 86%. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഔട്ട് ഓഫ് 100 ഐ ഗോട്ട് 86 എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇതാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നൊരു സംഭവം. അല്ലെങ്കിൽ 100ലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, എടാ, ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ 100 കൺവേർട്ട് ചെയ്തത് ഞാൻ എങ്ങനെയാണ്? ഞാൻ 43 മാർക്കിനെ 2 കൊണ്ടായിരുന്നല്ലോ ഗുണിച്ചത്. ഇങ്ങേര് പിന്നെ എന്തിനാ ഫേവറബിൾ ബൈ ടോട്ടൽ എന്നൊക്കെ പറയുന്നത്? എടാ മക്കളെ, ശരിക്കുമുള്ള പരിപാടി ഇത് തന്നെ. ഇങ്ങനെ ഗുണിച്ചപ്പോൾ ഈ 2 ഇവിടെ കയറി വന്നു, അതുകൊണ്ട് ഗുണിച്ചു, 86 കിട്ടി. ഇത്രയേ ഉള്ളൂ കാര്യം, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യം പിടികിട്ടിയില്ലേ? ഫേവറബിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100നെ വിളിക്കുന്ന പേരാണ് പെർസെൻറ്റേജ്. അല്ലെങ്കിൽ ഔട്ട് ഓഫ് 100ലേക്ക് ഒരു സാധനത്തിനെ കൺവേർട്ട് ചെയ്യുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. ഇത്രയും കാര്യം പിടികിട്ടിയില്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എനിക്ക് എൻ്റെ കയ്യിൽ 60 സ്വീറ്റ്സ് ഇരിപ്പുണ്ട്. എത്ര സ്വീറ്റ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ? ഐ എം ഹാവിങ് 60 സ്വീറ്റ്സ് ഇൻ മൈ ഹാൻഡ്സ്. അതിൽ ഞാൻ 10 സ്വീറ്റ്സ് ഞാൻ എന്ത് ചെയ്തു? ഒരാൾക്ക് കൊടുത്തു. ഐ ഹാവ് ഗിവൺ 10 സ്വീറ്റ്സ് ടു എ പേഴ്സൺ. സോ എന്നോട് ചോദിക്കുന്നത്, വാട്ട് പാർട്ട് ഓഫ് സ്വീറ്റ്സ് വാസ് ഗിവൺ ടു ദാറ്റ് പേഴ്സൺ എന്ന് ചോദിച്ചാൽ ഫേവറബിൾ ഇവിടെ എന്താ? എന്നോട് ചോദിച്ച ചോദ്യം എന്താ? എത്ര കൊടുത്തു എന്നാ. വാട്ട് പാർട്ട്? കൊടുത്തത് എത്ര? 10. ശരിയല്ലേ? ടോട്ടൽ എത്ര? 60. കണ്ടോ? ഫേവറബിൾ ബൈ ടോട്ടൽ ഇൻറ്റു 100 എന്നെടുത്താൽ ഇവിടെ ഇൻറ്റു 100 എന്ന് വേണ്ട, വാട്ട് പാർട്ട് എന്നാണ് ചോദിച്ചതെങ്കിൽ അവിടുത്തെ ആ ഫ്രാക്ഷണൽ വാല്യൂ വേണ്ടത്. അതെന്താ? ഫേവറബിൾ ബൈ ടോട്ടൽ, ദാറ്റ് ഈസ് 10/60. ആ ഫ്രാക്ഷണൽ പാർട്ടിനോടൊപ്പമാണ് നിങ്ങൾ എന്ത് ചെയ്തത്? 100 കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തത്? മൾട്ടിപ്ലൈ ചെയ്തത്. ആൻഡ് ദെയർബൈ യു ആർ ഗെറ്റിംഗ് എത്ര കിട്ടും? 0 and 0 ക്യാൻസൽ. 100 ഡിവൈഡഡ് ബൈ 6, ദാറ്റ് ഈസ് 16 and 2/3% എന്ന ആൻസർ വരും. കണ്ടോ? ഇതാണ് ആ ഒരു കോണ്ടെക്സ്റ്റ്. നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം ഇതാണ്. വേറെ വലിയ സംഭവങ്ങളൊന്നും ഇതിലില്ല, വളരെ നിസ്സാരപ്പെട്ട കാര്യം മാത്രം. ഇനി ഇവിടെ ഒരു കാര്യം ഉണ്ട്, പഠിച്ചെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്. ചില വാല്യൂസ് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് ആ ഫ്രാക്ഷണൽ വാല്യൂ, ഞാനിപ്പോൾ കാണിച്ചെന്ന ഫ്രാക്ഷണൽ വാല്യൂ ഇല്ലേ, 100/6, അങ്ങനെയുള്ള ഫ്രാക്ഷണൽ വാല്യൂസ് നമുക്ക് ലഭിക്കും. ഈ ഫ്രാക്ഷണൽ വാല്യൂസിൽ നിന്ന് പെർസെൻറ്റേജ് എത്രയാണെന്ന് ഒറ്റയടിക്ക് നമ്മളെ കൊണ്ട് പറയാൻ പറ്റിയാൽ അവിടെ നമ്മൾ അത് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ആ ഒരു സ്റ്റെപ്പുകളിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഫ്രാക്ഷൻസുമായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോൾ 1/2 എന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ആണെന്ന് പറയാം? ഫ്രാക്ഷൻ വരുന്നത് 1/2 ആണ്. Therefore you can say 50%. ഇനി എന്താ? 1/3 ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് എന്ന് പറയാം? 33 and 1/3%
എന്ന് പറയാം. ഇനി നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് 1/4 ആണെങ്കിൽ എത്ര എന്ന് പറയാം? 1/4 ആണെങ്കിൽ 100/4 എത്ര വരും? 25% എന്ന് പറയാം. ആൻഡ് ഇഫ് യു ആർ ഹാവിങ് 1/5 എന്നാണെങ്കിൽ എങ്കിൽ നമുക്ക് എത്ര പറയാം? 20% എന്ന് പറയാം. ഈ വാല്യൂസ് കാണാതെ പഠിക്കണം കേട്ടോ. 1/6 ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര പറയേണ്ടി വരും? 16 and 2/3% എന്ന് പറയാം. ഇനി 1/7 ആണെങ്കിലോ എത്ര വരും? 1/8 ആണെങ്കിലോ എത്ര വരും? 1/9 ആണെങ്കിലോ എത്ര വരും? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി അങ്ങോട്ട് പോകുന്ന പോക്കിൽ വരുന്നത് ആരൊക്കെയാണ് വരുന്നത്? 1/10ഉം 1/9 1/11 ഈ 3 പേര് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൽ 1/8 എന്ന് പറഞ്ഞാൽ 12.5% വരും. 1/9 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. എങ്ങനെ വരുമെന്നറിയാം? ഒരു സെക്കൻഡേ. ഇത് എത്ര വരുമെന്നറിയാം? 1/9 ആണെങ്കിൽ 100/9 എന്ന് ആലോചിക്കുക. എടാ നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ 100/9 എന്ന് ആലോചിക്കുക. അപ്പോൾ എത്ര തവണ അടങ്ങും? 9 ടൈംസ്. ശരിയാണോ? 9 ടൈംസ്. അപ്പോൾ ബാലൻസ് ഒരു 1 വരത്തില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 0 ഇട്ട് കൊടുക്കും. അപ്പം 9.99999 എന്ന രീതിയിലല്ലേ വരുന്നത്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര വരും? ഇവിടെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 9 and 1/11 എന്ന് വരുമോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. 9 and 1/11% എന്ന് വരുമോ? ഇല്ല. പകരം അതെങ്ങനെയാണ് വരിക? 11 and തിരിച്ചാ വരുന്നത് കേട്ടോ. ഇതെങ്ങനെയാണ് വരിക? 11 and 1/9% എന്നാണ് വരുന്നത്. 11 and 1/9%. 11 and 1/9%. ഇനി 1/10 വരുമ്പോഴത്തേക്കോ? 1/10 വരുമ്പോഴത്തേക്ക് അത് 10% സ്വാഭാവികം. 1/11 ആകുമ്പോഴോ ഈ സാധനത്തിന് തിരിച്ചിട്ടാൽ മതി. 9 and 1/11% എന്ന് വരും. ഇനി 1/7 നിങ്ങൾക്കിത് അറിഞ്ഞുകൂടെ? നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 100/7 ഒരു തവണ. അപ്പൊ 7 വരും. ബാലൻസ് 30 എത്ര വരും? 4. അപ്പൊ എത്ര വരും? 30 വന്നു. 30ന്റെ ബാലൻസ് എത്ര വരും? 28. 28നകത്ത് ബാലൻസ് എത്ര ഉണ്ടടാ? 2. അപ്പൊ 14 2/7 എന്ന് വരും. എന്താ ഇവിടെ കണ്ടോ? 14 2/7. ഈ കൂട്ടത്തിൽ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് ഇവനെ മാത്രമാണ്, വേറെ ശല്യങ്ങളൊന്നുമില്ല. ഈ വാല്യൂസ് എല്ലാം ഒന്ന് കാണാതെ പഠിച്ചോ. ഞാൻ എന്താ പറഞ്ഞേ? 1/2 എന്ന് പറഞ്ഞാൽ 50%. 1/3 എന്ന് പറഞ്ഞാൽ 33 and 1/3%. 1/4 എന്ന് പറഞ്ഞാൽ 25%. 1/5 എന്ന് പറഞ്ഞാൽ 20%. 1/6 എന്ന് പറഞ്ഞാൽ 16 and 2/3%. ഇനി 14 and 2/7 വരും. എപ്പോ? 1/7 ആണെങ്കിൽ 14 and 2/7%. 1/8 ആണെങ്കിൽ 12.5%. 1/9 ആണെങ്കിലോ 11 and 1/9%. 1/10 ആണെങ്കിലോ 10%. 1/11 ആണെങ്കിലോ 9 and 1/11%. ഇത്രയും വാല്യൂസ് കാണാതെ പഠിക്കണം. ഇനിയും 1-2 വാല്യൂകൾ ഉണ്ട്. അതിൽ 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 75%. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ 200/3 എന്നാണ് വരുന്നതെങ്കിൽ ചുമ്മാ ചെയ്തു നോക്കിയാൽ മതി. 6 3 18 കണ്ട 66 2/3 എന്ന് വരും. ഇത്രയും ശതമാനം. ഈ ഒരു വാല്യൂയും കൂടെ എക്സ്ട്രാ ഒന്ന് പഠിച്ചു വെക്കണം. ഇത്രയും വാല്യൂസ് പഠിക്കണേ. ഒന്നുകൂടെ പറഞ്ഞു തരട്ടോ. എന്താ പറഞ്ഞേ? 1/2 എന്ന് പറഞ്ഞാൽ 50%. 1/3 എന്ന് പറഞ്ഞാൽ 33 and 1/3%. 1/4 എന്ന് പറഞ്ഞാൽ 25%. 1/5 എന്ന് പറഞ്ഞാൽ 20%. 1/6 എന്ന് പറഞ്ഞാൽ 16 and 2/3. 1/7 എന്ന് പറഞ്ഞാൽ 14 and 2/7. 1/8 ആണെങ്കിൽ 12.5. 1/9 ആണെങ്കിൽ 11 and 1/9. 1/10 ആണെങ്കിൽ 10%. 1/11 ആണെങ്കിൽ 9 and 1/11%. If it is 3/4 it is 75%. If it is 200/3 then it is 66 and 2/3%. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്രയും പഠിച്ചു വെക്കുകയാണെങ്കിൽ 100/2 100/6 ഇങ്ങനൊന്നും പിന്നെ ചെയ്യേണ്ടി വരത്തില്ല. ഇതങ്ങ് കാണാതെ പഠിച്ചു വെക്കുക എന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു സാധനം മസ്റ്റാണ്. ഇതിനെ പെർസെൻറ്റേജ് ചാർട്ട് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു ചാർട്ട് പോലെ തന്നെ ഈ ഒരു സാധനം കൃത്യമായിട്ട് ഇതിൻ്റെ വാല്യൂസ് ഒരു 3-4 വട്ടം ഒരു പേപ്പറിനകത്തേക്ക് എഴുതി പഠിച്ച് ആ പേപ്പർ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് വേണം പ്രോബ്ലങ്ങളൊക്കെ ചെയ്യാനിരിക്കാൻ. ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെയാണ് വരുന്നതെങ്കിൽ, മാക്സിമം ഇങ്ങനത്തെ ആൾക്കാരാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ആൻസർ കിട്ടാൻ ഈ ഒരു സാധനം നമ്മളെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും? സഹായിക്കും. അതുകൊണ്ട് അതൊന്ന് ഓർത്ത് വെച്ചോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാര്യത്തിനകത്തേക്ക് പോകാം. ഓരോരോ ചോദ്യങ്ങൾ ചെയ്ത് നമുക്കിനി കാര്യങ്ങൾ മനസ്സിലാക്കാം.
എടാ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നതെന്ന് രണ്ടാവർത്തി, തുടക്ക സമയങ്ങളിൽ 2 or 3 ആവർത്തി വായിച്ച് തറവാക്കി വേണം മുമ്പോട്ട് പോകാൻ. അതായത് ആദ്യ സമയങ്ങളിൽ ഒരു സാധനം വായിച്ചാൽ അത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ പോകെ പോകെ അത് റെഡി ആകണമെങ്കിൽ മനസ്സിരുത്തി ഓരോ ചോദ്യങ്ങളെയും വായിച്ച് സമയമെടുത്ത് മുമ്പോട്ട് പോകും. പതുക്കെ പതുക്കെ സമയം അഡ്ജസ്റ്റ് ആയിക്കോളും. ഈ ഒരു ചോദ്യം നോക്കേ. 108% of a number is 189. Find the number. അപ്പോൾ 108% ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റു എന്നാ. ദാറ്റ് മീൻസ് ചോദ്യം പറയുന്നത് എന്താ? ഒരു നമ്പറിൻ്റെ 108%. ഒരു നമ്പറിൻ്റെ 108% എന്ന് പറഞ്ഞാൽ ഓഫ് എന്ന് പറയുമ്പോൾ ഇൻറ്റു നമ്പറിനെ നിങ്ങൾക്ക് എന്തെന്ന് വിളിക്കാം? എക്സ് എന്ന് വിളിക്കാം. അത് എത്ര തരുന്നു? 189. കണ്ടോ? 108% ഓഫ് എ നമ്പർ ഇസ് 189. അതുകൊണ്ട് 108% ഇൻറ്റു എക്സ് ഈക്വൽ ടു 189 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം? ഈ ശതമാനം എന്ന് എഴുതിയിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയാമല്ലോ. എന്താണ്? 108 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 189. ശരിയല്ലേ? ഇവിടുന്ന് എക്സ് എന്ന് പറയുന്നത് എങ്ങനെ വരണം? ഈ 100 അങ്ങോട്ട് ഗുണിക്കും, ഈ 108 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 189 ഡിവൈഡഡ് ബൈ 108 ഗുണം 100 എന്ന രീതിയിൽ വരും. ക്യാൻസലേഷൻസ് പോസിബിളാണ്. വളരെ വളരെ എളുപ്പത്തിൽ നടക്കും. 9 1 10, 8 18, 8 1 9. താഴെയും മുകളിലുമുള്ള 2 പേരും 9 കൊണ്ട് ഡിവിസിബിളാണ്. കാര്യം സം ഓഫ് ഡിജിറ്റ്സ് 9 വരുന്നുണ്ട്. 9 ഉണ്ടെങ്കിൽ വെട്ടിയേക്കണം. എത്ര വരും ഇവിടെ? 2. ഇവിടെ എത്ര വരും? 1. 21 വരും. ഇവിടെ 10 കൊണ്ട് വെട്ടടാ 1. 8. ബാക്കി വന്ന എത്ര ഉണ്ട്? 1ഉം 8ഉം കൂടെ എത്ര വരും? 12. ഇനി വെട്ടാൻ പറ്റുമോ? പറ്റും. 3 കൊണ്ട് വെട്ടാൻ പറ്റും. 3 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 7 വരും. ഇവിടെ എത്ര വരും? 4 വരും. ഈ 4 കൊണ്ട് 100നെ വെട്ടിയാൽ എത്ര വരും? 25 വരും. 25 × 7 എത്രടാ? 25 × 7 കാൽക്കുലേറ്റ്. നിങ്ങൾക്ക് സമയം കളയാൻ വയ്യെങ്കിൽ വേണ്ട, എന്ത് ചെയ്താൽ മതി? 7 × 5 എത്ര വരും? 7 × 5 എത്ര വരും? യൂണിറ്റ് പ്ലേസുകൾ മാത്രം നോക്കുക. 7 × 5 എത്ര വരും? 7 5 35. അതായത് അവസാനിക്കുന്നത് 5-ൽ. 5-ൽ അവസാനിക്കുന്ന എത്ര പേര് ഈ കൂട്ടത്തിലുണ്ടോ? ഒരാളേ ഉള്ളൂ. ആണ്ടേ. അതുകൊണ്ട് 175 ഈസ് ദി ആൻസർ. കണ്ടോ? സം ഓഫ് ഡിജിറ്റ്സ് വെച്ച് ചെയ്യാൻ പറ്റും, പക്ഷെ എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ സം ഓഫ് ഡിജിറ്റ്സ് പഠിപ്പിച്ചിട്ടില്ലേ? എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇട്ടിരിക്കുന്നതായ ചോദ്യങ്ങൾ പ്രകാരം സം ഓഫ് ഡിജിറ്റ്സ് പോയിന്റ് ചെയ്യുന്നത് ഒരേ ആൾ തന്നെ. ഇവിടെ ഈ എക്സ് എന്ന് പറയുന്ന ആളുടെ ഏത് രീതിയിൽ ഏതവനെ ഇട്ടിട്ടാലും സം ഓഫ് ഡിജിറ്റ്സ് കോമ്പൻസേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ പ്രശ്നമാക്കണ്ട. നിലവിൽ സം ഓഫ് ഡിജിറ്റ്സ് എല്ലാം കൂടെ കൂട്ടി കലർത്തണ്ട. ഒരേ ചോദ്യം ഇട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാത്തിനും ഒരേപോലാണ് വരുന്നതെന്ന് മനസ്സിലായ പിന്നെ നോക്കണ്ട. ഈ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ഇങ്ങനെ എന്ത് ചെയ്യുക? നമ്മുടെ വെട്ടി ചെറുതാക്കി ചെയ്യുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യം ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിനകത്തോട്ട് പോവാവേ. അടുത്ത ചോദ്യം എന്താ? 46% ഓഫ് 250 എത്രയാണ്? 46 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എത്ര വരും ഇവിടെ? 250 ഈസ് ഈക്വൽ ടു ഡാഷ് എന്നാണ് ചോദ്യം. കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പാടുണ്ടോ? ഇല്ല. അതാണ്ട് ഒരു 0 പോയി, ഒരു 0 പോയി. ഓക്കെ. ഇനി എന്തുണ്ട്? 6 × 5 എന്ന് പറയുന്നത് 30 അപ്പോൾ അവിടെയും ഒരു 0 പോയി. ശരിയല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ഉറപ്പായി വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഞാൻ അങ്ങനെ പറയുന്നതിനേക്കാളും നല്ലത് ഡയറക്റ്റ് വെട്ടി ചെറുതാക്കുന്ന പരിപാടി പറയുന്നതായിരിക്കും. എന്തിനാ ഇച്ചിരിയേച്ച പറയുന്നത്? 46 ഗുണം 250 സമം എത്രയാണ്? ഡാഷ് എന്നല്ലേ? 25 കൊണ്ട് മുകളിലും താഴെയും വെട്ടാം. 25 വെച്ച് വെട്ടിയാൽ ഇവിടെ 10 വരും. 25 വെച്ച് വെട്ടിയാൽ ഇവിടെ 4 വരും. 4 കൊണ്ട് 46നെ വെട്ടാം 1 ആണോടാ? ഇനി 4 കൊണ്ട് 46നെ വെട്ടാൻ പറ്റുമോ? ആരാ പറഞ്ഞത്? 44 ആണെങ്കിൽ കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇവനെ ഒരു 2 വെച്ച് വെട്ടുന്നത് ഈ തെറ്റൊന്നുമില്ല. ഇവിടെ എത്ര ആയിരുന്നു താഴെ ഉണ്ടായിരുന്നത്? 100. ഇതിനെ 10 എത്ര 25 കൊണ്ട് വെട്ടിയപ്പോൾ ഇവിടെ എത്ര വന്നേ? 4 വന്നേ. ഇനി എന്ത് ചെയ്യുക? ഈ പറയുന്ന 46നെ 2 കൊണ്ട് വെട്ട്. അല്ലെ ഒരു കാര്യം ചെയ്യ്, 2 കൊണ്ട് മുകളിൽ 2 വട്ടം വെട്ടിയ പരിപാടി കഴിയും. 2 കൊണ്ട് വെട്ടടാ എത്ര വരും? 23. ഇനി ഇവിടെ എത്ര ഉണ്ട്? 2 ഉണ്ട്. ഈ 2നെ കൊണ്ട് ഇവിടെ വെട്ട്. ഇത് എത്ര വരും? 5. 3ഉം 5 കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര വരും? 3 15. അവസാനിക്കുന്നത് 5-ലാണെന്നറിയാം. എന്തായാലും ദശാംശം വരാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഇതിനെ 2നെയും കളഞ്ഞു. 5 × 3 15. 5-ൽ അവസാനിക്കുന്ന ഒരേ ഒരാൾ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. 23 × 5 ഒന്നും ചെയ്തു നോക്കണമെന്നില്ല. പരസ്പരം ബന്ധപ്പെടുന്നത് ഏത് രീതിയിലാണ് എന്ന് മനസ്സിലാക്കാം. 3ഉം 5ഉമായിട്ടുള്ള ബന്ധം 3 15. അവസാനിക്കുന്നത് 5-ലാകുന്ന ഒരു സംഖ്യയായിരിക്കും വരുന്നത്. അതുകൊണ്ട് 5-ൽ അവസാനിക്കുന്ന സംഖ്യ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. പക്ഷേ ദശാംശം ഇല്ലാത്തത് കൊണ്ട് ഇത് മാറ്റി ഇതിനെ മാത്രമായിട്ട് പിക്ക് ചെയ്തു. കണ്ടോ? വളരെ നിസ്സാരമായിട്ട് കിട്ടിയത് കണ്ടോ? വെട്ടി ചെറുതാക്കാൻ മാത്രം അറിഞ്ഞാൽ മതി. അടുത്ത ചോദ്യം നോക്കേടാ.
15% ഓഫ് 34. 15% ഓഫ് 34 എന്ന് പറഞ്ഞാൽ 15/100 ഗുണം 34 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡാഷ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ടി വരില്ല. മറിച്ച് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം നല്ലതുപോലെ. ഇവിടെ എന്തുണ്ട്, ഇപ്പോൾ 15 100 കൊണ്ട് വെട്ടണം എന്ന് പറയുമ്പോൾ മുകളിലും താഴെയും 5 കൊണ്ട് വെട്ടിക്കും. അപ്പോൾ ഇവിടെ എത്ര വരും? 3 വരും. 5 കൊണ്ട് വെട്ടും. അപ്പോൾ ഇവിടെ എത്ര വരും? 20 വരും. എത്ര കൊണ്ട് വെട്ടുക? 2 കൊണ്ട് മുകളിലും താഴെയും വെട്ടണം. ഇതെത്ര വരും? 17. ഇവിടെ എത്ര വരും? ഇവിടെ 2 കൊണ്ട് വെട്ടുമ്പോൾ 10 വരും. ശരിയല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്ന ആളുകളെ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ഗുണിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ എന്തായാലും ഒരു ദശാംശം വരും. 3ഉം 7ഉം കൂടെ ഗുണിക്കുമ്പോൾ 7 3 21. അതായത് അവസാനിക്കുന്നത് 1-ലാ. താഴെ ഡിവൈഡഡ് ബൈ 10 എന്നുണ്ടായത് കൊണ്ട് 1-ന് ശേഷം ഒരു ദശാംശം എന്തായാലും വരും. ഇവിടെ പോയിന്റ് ഒന്നുള്ള ആർക്കുണ്ട്? ഒരാൾക്കുള്ളൂ. അതുകൊണ്ട് അത് ആൻസർ. ചെയ്തു നോക്കാൻ നിൽക്കേണ്ട ആവശ്യമേ ഇല്ല. അതായത് ഉറപ്പിച്ചോണം ഇതിന് ആൻസർ എത്രയാണ് വരുന്നത്? ഇതിൻ്റെ ആൻസർ വരുന്നത് 5.1 ആണ്. 5.1. ഞാൻ ചെയ്തു നോക്കിയോ? ഇല്ല. ചെയ്തു നോക്കിയില്ല. എന്താ ഞാൻ ചെയ്തത്? എൻ്റെ കോമൺ സെൻസ് അപ്ലൈ ചെയ്തു. കാര്യം എന്താ? ഇവിടെ എല്ലാം വെട്ടിപ്പോയതിന് ശേഷം 7 3 ഗുണിച്ചാൽ വരുന്നത് 21 ആണ്. അതിൻ്റെ 1 എടുക്കുക. അതായത് യൂണിറ്റ് പ്ലേസിൽ വരുന്നത് 1 ആണ്. അതെനിക്ക് ഉറപ്പാണ്. താഴെ 10 ആയതുകൊണ്ട് 1ൻ്റെ ഇപ്പുറത്തൊരു പോയിന്റും എന്തായാലും കാണും. ശരിയല്ലേ? എങ്കിൽ ഇവിടെ പോയിന്റ് 1 ഉള്ളത് ആരോടെ കൂടെ ആണെന്ന് നോക്കുക. 5.1. ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതാണ് ആൻസർ എന്ന് ഉറപ്പിച്ചു. അടുത്ത ആളെ നോക്കാം. ഫൈൻഡ് ദ നമ്പർ വിച്ച് ഈസ് 30% മോർ ദാൻ 240. ഓക്കെ അല്ലേ? 240 എന്നതാണ് സംഖ്യ. അതിനോടൊപ്പം 30% കൂടുതലായിരിക്കണം. ആരുടെ 30%? 240ൻ്റെ 30% എത്രയാണോ അത്രയും കൂടുതൽ. അപ്പോൾ എങ്ങനെ എഴുതണം? 240 × 30 ഡിവൈഡഡ് ബൈ 100. കണ്ടോ? 240 × 30 ഡിവൈഡഡ് ബൈ 100. ഇത് എത്ര ആണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് നേരത്തെ പോലെ ക്യാൻസലേഷൻ ചെയ്യാം. ദാണ്ട് 1 0 പോയി, 1 0 പോയി, 1 0 പോയി, 1 0 പോയി. ഇനി എന്ത് സംഭവിക്കും? 4ഉം 3ഉം കൂടെയാണ് എടുക്കുന്നതെങ്കിൽ എത്ര വരും? 4 3 12ന് 2 ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി എന്താ സംഭവം? ഈ 2 × 0 എന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആൻസർ 0-ലായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇവനോ ഇനി ആരാ? ഇവനോ വരാനുള്ള സാധ്യത ഉണ്ടോ? അങ്ങനെ ഒരു പ്രശ്നം അവിടെ കിടപ്പുണ്ട്. ഇനി ബാക്കി നിങ്ങളുടെ ചിന്തയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്തു. 4 3 12ൻ്റെ 2 2 + 0 എന്നാ വരുന്നത്. 2 × 0 ആണോ? അല്ല, 2 + 0. 2 + 0 ആയതുകൊണ്ട് സോറി, ഞാൻ ഈ 0ൻ്റെ ഇവനെ അല്ല ഉദ്ദേശിച്ചത്, മാർക്ക് ചെയ്യാൻ ഇതിനെയാണ് ഉദ്ദേശിച്ചത്. ഇത് രണ്ടും ആയിരിക്കോ വരുന്നത്? ഇവിടെ 2 + 0. ഇവിടെ 2 ഉണ്ട്. ഇത് പ്ലസ് ഇവിടുത്തെ യൂണിറ്റ് പ്ലേസിൽ 0. 2 + 0 എന്താ? 2. 2-ൽ അവസാനിക്കുന്ന ആര് ഇവിടെ ഉണ്ടെന്ന് നോക്കിയാൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ. കണ്ടോ? വളരെ നിസ്സാരമാണ്. ഒന്നുകൂടെ പറഞ്ഞു തരാവേ. നിങ്ങൾക്ക് ഇതൊക്കെ കത്താൻ ചിലപ്പോൾ പാടായിരിക്കും. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. അതുകൊണ്ടാണ്. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. 240ൻ്റെ കൂടെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേ? 240ൻ്റെ കൂടെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേ? 240ൻ്റെ 30% കൂട്ടുക എന്ന് പറഞ്ഞാൽ 240 + 240ൻ്റെ 30%. സോ 240 × 30/100. അപ്പോൾ അവിടെ എന്ത് വരും? ഈ 0യും ഈ 0യും പോവും, ഈ 0യും ഈ 0യും പോവും. 4 3. ഇനി അവിടെ ഇവരെ തങ്ങളിൽ എന്തായാലും ഗുണിക്കേണ്ടതുള്ളൂ. 4 3 എത്ര? 12. 12ൻ്റെ 2 ആണ് യൂണിറ്റ് പ്ലേസിൽ വരുന്നത്. യൂണിറ്റ് പ്ലേസിൽ ആരാ? 2 വരുന്നു. ഇവിടുത്തെ യൂണിറ്റ് പ്ലേസിൽ ആരാ? 0 വരുന്നു. സോ 0 + 2 എന്ന് പറയുന്നത് എന്താ? 2 ആണ്. ഫൈനൽ ആൻസറിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്നത് 2 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ യൂണിറ്റ് പ്ലേസിൽ 2 വരുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരാളെ ഉള്ളൂ. കണ്ടോ? നമ്പറിനെ ഐഡന്റിഫൈ ചെയ്തുണ്ടോ? നമ്മളിവിടെ എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ. ആൻസർ കടാന്ന് കിട്ടി. മനസ്സിലായോ? ഇനി ചില ആൾക്കാരുടെ അടുത്ത് ഒരു കാര്യം എനിക്ക് കാണിച്ചു തരേണ്ടതുണ്ട്. അത് അത്യാവശ്യമാണ്. ഇവിടെ 30% മോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യം ഇവിടുന്ന് മനസ്സിലാക്കാതെ പോരുത്. ഞാൻ അതിനെ ഒന്ന് ഒടിച്ചു മടക്കി തന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ഞാൻ ഈ പറയാൻ പോകുന്ന രീതിയിലാണ്. 30% മോർ എന്ന് പറഞ്ഞാൽ എന്താ? 30% മോർ എന്ന് പറഞ്ഞാൽ എന്താ? 30% മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? 130% എന്നാ. ഇതാണ് അവിടുന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. 30% മോർ എന്ന് പറഞ്ഞാൽ 100% ഓഫ് എ നമ്പർ. 100% ഓഫ് എ നമ്പറിനോടൊപ്പം ഒരു 30% ഓഫ് ദി നമ്പർ കൂട്ടുന്നു. സോ എന്ത് ചെയ്യണം? 100% + 30%, 130%. ഇപ്പം എന്നോട് പറയാം 50. ഇതാണ് ഞാനൊരു എക്സാം നടത്താൻ പോകുന്ന ടോട്ടൽ മാർക്ക്.
അപ്പോൾ ഈ തന്നിരിക്കുന്ന 50 എന്ന് പറയുന്നതിനെ ഞാൻ എന്തെന്ന് വിളിക്കും? 100% എന്ന് വിളിക്കും. എങ്കിൽ 25 എന്ന് പറയുന്നത് എത്ര ആകും? ഇതിൻ്റെ പകുതി, ദാറ്റ് ഈസ് 50% എന്നായി മാറും. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ, ഞാൻ ഔട്ട് ഓഫ് 50യിലാണ് പരീക്ഷ ഇടുന്നതെങ്കിൽ ആ എടുക്കുന്ന നമ്പർ, ദ നമ്പർ ഗിവൺ, ദ നമ്പർ ഇറ്റ് സെൽഫ് ഈസ് 100%. ഇത് മനസ്സിലാക്കണം കേട്ടോ. ദാറ്റ് മീൻസ് ചോദ്യം പ്രകാരം ചോദ്യത്തിനകത്ത് തന്നിട്ടുള്ള 240 എന്ന് പറയുന്ന സംഖ്യ എന്താണ്? 100% ആണ്. സോ 100% ആയതിനോടൊപ്പം 30% കൂട്ടുക എന്ന് പറഞ്ഞാൽ 100 + 30 ദാറ്റ് ഈസ് 130%. ദാറ്റ് ഈസ് 130/100 ഇൻറ്റു 240. ഒറ്റയടിക്ക് ഇതങ്ങ് ചെയ്യാനും പറ്റും. ഇനി ഇവിടെ ക്യാൻസലേഷൻ ചെയ്താൽ മതി. 0 0 പോയി, 0 0 പോയി. ഇനി എത്ര ഉണ്ട്? 3 4 4 × 3 12, 2ൽ അവസാനിക്കുന്നു. ഒരേ ഒരാൾ 312 മാത്രം. ഒറ്റയടിക്ക് ചെയ്യാനാണെങ്കിൽ അത്രയും കാര്യങ്ങൾ എഴുതാൻ നിൽക്കേണ്ട, വളരെ ചില്ലറയായിട്ട് ഇത്രയും കാര്യം മനസ്സിലാക്കണം. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, എന്താ 50% മോർ ദാൻ എ നമ്പർ, 50% മോർ ദാൻ എ നമ്പർ, 50% മോർ ദാൻ എ നമ്പർ എന്ന് നിങ്ങളോട് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? 100% ആണ് തന്നിരിക്കുന്ന നമ്പർ. ദ നമ്പർ ഇറ്റ് സെൽഫ് ഈസ് 100%. ഏത് നമ്പർ തന്നാലും ആ തന്നിരിക്കുന്ന സാധനം 100% ആണ്. അതിനോടൊപ്പം ഒരു 50% കൂടി ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 150%. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക 75% മോർ ദാൻ എ നമ്പർ, 75% മോർ ദാൻ എ നമ്പർ എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എന്ത് മനസ്സിലാക്കണം? ദ നമ്പർ, അല്ലെങ്കിൽ നമ്മളോട് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? 175% ഓഫ് എ നമ്പറിനെ കുറിച്ചാണ്. നമ്മളോട് ആരെ കുറിച്ചാണ് പറയുന്നത്? 175% ഓഫ് എ നമ്പറിനെ കുറിച്ചാണ്. ഈ ഒരു കാര്യം അത്യാവശ്യമായിട്ട് ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്ന് പഠിച്ചു വെക്കണം. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് പോലെയുള്ള ടോപ്പിക്കിലകത്തേക്ക് കയറുമ്പോൾ ഇതിങ്ങനെ എഴുതി ചെയ്യുന്ന കാര്യത്തിലായിരിക്കും കൂടുതൽ പ്രയോറിറ്റി, ഇല്ലെങ്കിൽ സ്റ്റെപ്പുകൾ എണ്ണത്തിലൊക്കെ കൂടി വരും. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ലോജിക്കൽ സൈഡാണ്. ഇങ്ങനെ ചോദ്യങ്ങളിൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയാണ്, എങ്ങനെ ദാ ഇങ്ങനെയൊക്കെയാണ് എന്ന് എന്ത് ചെയ്യുക? തിരിച്ചറിഞ്ഞെടുക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇത് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് തലയിൽ കയറിക്കോളൂ. ഇത്രയേ ഉള്ളൂ. ഞാനൊരു പരീക്ഷ നടത്തിയത് 150 മാർക്കിന്. സോ ആ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയുടെ 100% മാർക്ക് എന്ന് പറയുന്നത് ആരാ? 150. ഞാൻ എൻ്റെ വീട്ടിൽ സാധാരണഗതിയിൽ എല്ലാ മാസവും എനിക്ക് ഒരു 50,000 രൂപ സാലറി കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം ആ മാസം കിട്ടുന്നത് ഒരു 25,000 രൂപയായിരിക്കും. അപ്പം ഞാൻ എന്താ മനസ്സിലാക്കണ്ടേ? എൻ്റെ 100% ആയിരുന്ന 50,000 രൂപയെ പരിഗണിക്കുമ്പോൾ നിലവിൽ എനിക്ക് കിട്ടിയത് 50% അല്ലെങ്കിൽ 50% കുറവാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഇനി എന്നോട് പറയുക, ഞാൻ കടയിൽ പോയി സാധാരണ സാധനം വാങ്ങിക്കുന്നത് 500 രൂപയ്ക്കാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ 500 എന്ന് പറയുന്നത് 100%. ഓക്കെ, ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ബക്കറ്റിൽ എല്ലായ്പ്പോഴും വെള്ളം നിറയ്ക്കുമ്പോൾ 10 ലിറ്റർ വെള്ളം ആ ബക്കറ്റിനകത്ത് കൊള്ളും. മാക്സിമം 10 ലിറ്റർ കൊള്ളും. ആ 10 ലിറ്റർ അതിൻ്റെ 100%. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ദ നമ്പർ ഇറ്റ് സെൽഫ് ഗിവൺ ഈസ് 100%. ഈ ഒരു കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. A number becomes 725 when increased by 45%, find the number. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇൻക്രീസ്ഡ് 45%. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നമ്പർ, ആ നമ്പറിൻ്റെ 45% ഞാൻ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ദാറ്റ് ഈസ് 45/100 ഇൻറ്റു എക്സ്. 45% എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്പർ ഇറ്റ് സെൽഫ്. ദാറ്റ് ഈസ് ഇതാണ് 100%. 100% ഓഫ് ദ നമ്പറിനോടൊപ്പം 45% ഞാൻ കൂട്ടുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? 725 കിട്ടി എന്നാണെങ്കിൽ ഏതാണ് ആ നമ്പർ, എന്താണ് ആ നമ്പർ എന്ന് തിരിച്ചറിയുക എന്ന. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ. എന്താ ഞാൻ പറഞ്ഞു? എന്താണ് ഇൻക്രീസ്ഡ് 45%? ദാറ്റ് മീൻസ് 145% ഓഫ് എ നമ്പർ, അല്ലെങ്കിൽ 145 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 725 എന്നാണ് ഇതിൻ്റെ അർത്ഥം. ശരിയല്ലേ? ഇനി ഇവിടെ ക്യാൻസലേഷൻസ് എന്തെങ്കിലുമൊക്കെ പോസിബിൾ ആണോ എന്ന് നോക്കുക. ക്യാൻസലേഷൻസ് പോസിബിൾ ആണെങ്കിൽ പറയുക. ക്യാൻസലേഷൻസ് പോസിബിൾ ആണോ? വേണമെങ്കിൽ നമുക്ക് ക്യാൻസലേഷൻ 5 കൊണ്ട് മുകളിലും താഴെയും ചെയ്യാം. 5 കൊണ്ട് വെട്ടി ചെറുതാക്കിയാൽ, അല്ലേ വേണ്ട, എക്സ് ഈക്വൽ ടു എന്തോ വരുമെന്ന് അങ്ങ് ആദ്യമേ എഴുതി. 725 ഗുണം 100 ഡിവൈഡഡ് ബൈ 145. വെട്ടി ചെറുതാക്കാൻ ആരൊക്കെയുണ്ടോ വെട്ടി ചെറുതാക്കിക്കോ. എങ്ങനെ വരും ഇവിടെ? ഇവിടെ 5 ആണെങ്കിൽ എത്ര വരും? 1, ബാലൻസ് 2. അപ്പോൾ 20, 4,
4, ഇനി ഇവിടെ എത്ര ഉണ്ട് 20, 4 പിന്നെ എത്ര ഉണ്ട് ബാലൻസ് 2, 25 ഉണ്ട്. 25 ഇവിടെ 5 വന്നു. കണ്ടോ 5 കൊണ്ട് വെട്ടി ചെറുതാക്കുമ്പോൾ എത്ര വന്നു? ഇവിടെ 145 വന്നു. ഇതിനെ 5 കൊണ്ട് വെട്ടി ചെറുതാക്കി എത്ര വരും? ഇത് 2. ഇനി എത്ര ഉണ്ട്? പറഞ്ഞോ പടപടാന്ന് ചെയ്തു. ഇവിടെ 2, ഇനി എത്ര ഉണ്ട്? 4 ബാലൻസ് ഉണ്ട്. 45, അപ്പോൾ 9 വരും. ശരിയല്ലേ? ഇനി നമുക്ക് ഇവരെ മുകളിലും താഴെയും ഒറ്റയടിക്ക് 29 കൊണ്ട് വെട്ടാൻ പറ്റുമെന്ന് നോക്കേ. 29, അപ്പോൾ ഇതെത്ര വരും? 5 എന്ന് വരും. ഇവിടെ എത്ര വരും? 29 അങ്ങ് വെട്ടി മാറും. കാര്യം നമ്മൾ തൊട്ട് മുമ്പേ ചെയ്തത് 5 കൊണ്ട് വെട്ടിയപ്പോൾ 145, ഇവിടെ 29 ആയി. അതായത് ഈ 145നെ ഇനി 29 കൊണ്ട് വെട്ടാൻ പറ്റുമെന്ന് അതിൻ്റെ അർത്ഥം കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞു തരണോ? എന്താടാ ഞാൻ പറഞ്ഞേ? ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കോ. ഞാൻ ആ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴേ എൻ്റെ ലോജിക്ക് വർക്ക് ചെയ്യണ്ടേ. ഈ ഒരു വർക്ക് ചെയ്ത ലോജിക്ക് എന്താ? ഇവിടെ ഞാൻ പറഞ്ഞതിൽ എക്സ് എന്ന് പറയുന്നത് എങ്ങനെയാ നിൽക്കുക? 725 ഡിവൈഡഡ് ബൈ 145 ഗുണം 100 എന്നല്ലേ. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? 5 കൊണ്ട് മുകളിലും താഴെ ഞാൻ വെട്ടി ചെറുതാക്കാൻ നോക്കി. അപ്പോൾ എനിക്ക് ഇവിടെ എത്ര കിട്ടി? 1, ഇവിടെ ബാലൻസ് വന്ന് 22, 4 ഇവിടെ എത്ര വന്നു? വെട്ടി ചെറുതാക്കിയപ്പോൾ എനിക്ക് 5 വന്നു. ഇവനെ ഞാൻ വെട്ടി ചെറുതാക്കിയപ്പോൾ എനിക്ക് എത്ര കിട്ടി? 29 കിട്ടി. 5 കൊണ്ടാണ് വെട്ടി ചെറുതാക്കിയത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം കൺഫേംഡ് ആയി. എന്താണ്? ഈ 145നെ എനിക്കിനി 29 കൊണ്ട് വെട്ടി ചെറുതാക്കാൻ പറ്റും. വെട്ടി ചെറുതാക്കിയാൽ എൻ്റെ ആൻസർ എത്ര വരും? 5 വരും. 5 ഗുണം 100 എത്രടാ? 500. സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എത്ര വരും? 500. കണ്ടോ? ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ആൻസർ എത്ര വരും? 500. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. എത്ര വരൂടാ? 500. എത്ര വരും? 500. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ചോദ്യത്തിനകത്ത് പ്രത്യേകിച്ച് ഡൗട്ടുകൾ വരേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ ഡിജിറ്റ് സമ്മ് മെത്തേഡ് ഞാനത് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ക്ലാസ് ഞാൻ എടുത്തു തരാം. അപ്പോൾ എന്നാലേ അത് ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ റെഡി ആവുള്ളൂ. തൽക്കാലം നമുക്ക് ഈ ക്യാൻസലേഷൻ മെത്തേഡുകളും യൂണിറ്റ് പ്ലേസുകളെ തരംതിരിച്ചറിഞ്ഞുകൊണ്ടുള്ള രീതിയിൽ ഈ ഒരു പെർസെൻറ്റേജ് എന്ന ഭാഗം നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യമുണ്ട്. അടുത്ത ചോദ്യവും ഇതേപോലെ തന്നെ വരുന്നൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിനകത്തേക്ക് പോവാവേ. അപ്പോൾ ഈ ചോദ്യം ഒന്ന് നോക്കേ. If the percentage of boys and girls in a school is 3:2, അതായത് ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ 3 ആൺകുട്ടികളുണ്ടെങ്കിൽ അതിന് തത്തുല്യമാകുന്ന രീതിയിൽ 2 പെൺകുട്ടികളുണ്ട്. ടോട്ടൽ എത്ര സ്റ്റുഡൻസ് എന്ന് പറയുന്നില്ല. പക്ഷേ പാർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ആ സ്കൂളിൻ്റെ 3/, ഇത് രണ്ടും കൂടെ കൂട്ടണം. ഇത് ബോയ്സിൻ്റെ പാർട്ട് ആണ് 3, സം എടുക്കുമ്പോൾ 5 വരും. 3/5 പാർട്ട് ആരാണ് വരുന്നത്? ബോയ്സ് ആണ് വരുന്നത്. അതേപോലെ 2/5 പാർട്ടും ആരാ വരുന്നത്? ഗേൾസ് ആണ് വരുന്നത്. ഈ ഒരു കാര്യം മാത്രമേ അതിൽ നിന്ന് ആ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കാനുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞു തരാവേ, ശ്രദ്ധിച്ചോ. ഇപ്പോൾ അവിടെ ടോട്ടലി ഞാൻ പറയുകയാണ് എത്രയുണ്ട്? 3:2 എന്ന് പറയുന്ന അത്രയും സ്റ്റുഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അവിടുന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. അവിടെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറയത്തില്ലേ നമ്മൾ, ഫ്രാക്ഷൻ ഓഫ് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് ആര്? ബോയ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ ബോയ്സിൻ്റെ ഫേവറബിൾ പോർഷൻ എത്രയാ? ഫേവറബിൾ എന്ന് പറയുന്നത് 3 ആണ്. അത്രയും പേരുണ്ടല്ലോ. സം എത്ര? ടോട്ടൽ എത്ര വരും? 5 എന്ന് വരും. കണ്ടോ? ഫേവറബിൾ ബൈ ടോട്ടൽ. ഇതാണ് ബോയ്സിൻ്റെ പാർട്ട്. ഗേൾസിൻ്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ എത്രയാ? ഗേൾസിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് എത്ര വരും ഇവിടെ? 2/5 എന്ന് വരും. കണ്ടോ? സെയിം ഫേവറബിൾ ഗേൾസിന് എത്ര? 2. അതുകൊണ്ട് കേട്ടോ ഈ ഒരു കാര്യം ആദ്യമേ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കാം. 20% and 25% of the boys and girls are getting scholarships respectively. അതായത് ബോയ്സിന്റെ കൂട്ടത്തിൽ നിന്ന് 20% പേർക്കും ഗേൾസിന്റെ ഭാഗത്ത് നിന്ന് 25% പേർക്കും എന്ത് കിട്ടുന്നുണ്ട്? സ്കോളർഷിപ്പുകൾ കിട്ടുന്നുണ്ട്. സോ ഫൈൻഡ് ദ സ്റ്റുഡന്റ് പെർസെൻറ്റേജ് ഹു ആർ നോട്ട് ഗെറ്റിംഗ് ദ സ്കോളർഷിപ്പ്. കിട്ടാത്തത് ആർക്ക് എന്ന് പറയുക. എത്ര പേർക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ എത്ര ശതമാനം പേർക്കാണ് കിട്ടാത്തത് എന്ന് പറയുക എന്നാണ് ചോദ്യം പറയുന്നത്. മക്കളെ ഇവിടെ നമ്മൾ ഈ ഒരു സാധനത്തിനെ ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. എങ്ങനെയാണെന്നറിയോ? വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കിട്ടാത്തത് എത്ര പേർക്കെന്നാണ് ചോദിച്ചേക്കുന്നത്. കിട്ടിയത് എത്ര പേർക്കെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അണ്ടർസ്റ്റുഡാ 20% ബോയ്സിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവശേഷിക്കുന്ന 80% ബോയ്സിന് എന്തില്ല? കിട്ടിയിട്ടില്ല. ശരി. ഇനി 25% ഗേൾസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി അവശേഷിക്കുന്ന 75% ഗേൾസിന് എന്താ? കിട്ടിയിട്ടില്ല. എങ്കിൽ ഇനി നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. ഒന്നുമില്ല, വളരെ നിസ്സാരമായിട്ട് ഇതിൻ്റെ ആൻസർ വേണമെന്നാണെന്നുണ്ടെങ്കിൽ ബോയ്സിൻ്റെ കൂടെ ആ 80 കൊണ്ട് ഇവിടോട്ട് ഗുണിക്കുക. ഇവിടെ ഗേൾസിൻ്റെ കൂടെ ഈ 75 കൊണ്ട് ഇവിടെ ഗുണിച്ചു വെക്കുക. ഇതാണ് സംഭവം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടും? ഇവിടെ 16, 5, 80 എന്ന് വരും. 5 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ എത്ര വരും? 16 എന്ന് വരും. 16 3 എത്ര വരും? 48 വരും. ഇവിടെ 5 കൊണ്ട് വെട്ടുമ്പോൾ
എടുക്കുമ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 75 എന്ന് പറയുമ്പോൾ 15 വരും. ഇവിടെ 15 ഗുണം 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 30 വരും. അതായത് എത്ര പേർക്ക് കിട്ടി? 48ഉം 30ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 78. ഈ 78% പേർക്കും എന്ത് കിട്ടിയിട്ടില്ല? സ്കോളർഷിപ്പ് കിട്ടിയിട്ടില്ല. അവശേഷിക്കുന്ന എത്ര പേരുണ്ട്? 22 പേരുണ്ട്. ആ 22 പേർക്കും സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. മനസ്സിലായി? ഇതാണ് ചോദ്യത്തിൻ്റെ ആൻസർ. ഇതാണ് ചെയ്യേണ്ട രീതി. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചതെന്ന്. അപ്പോൾ എന്താണെന്ന് ആദ്യമേ പറഞ്ഞു തരാം. നമുക്ക് ആദ്യം വേണ്ടത് ബോയ്സിൻ്റെ എന്താണ്, എത്ര ഭാഗമാണ്, എത്ര ഫ്രാക്ഷൻസ് ഓഫ്, അല്ലെങ്കിൽ എത്രയാണ് അവിടെ ബോയ്സ് ഉള്ളതെന്ന് വേണം. ഇവിടെ നമ്പർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. നമുക്ക് ആകെ ഉള്ളത് അവിടുത്തെ ഫ്രാക്ഷണൽ പാർട്ടാണ്. ദാറ്റ് മീൻസ് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, 5 എന്ന് പറയുന്ന 5/5 എന്ന് പറയുന്ന സാധനത്തിനെ നമ്മളിവിടെ 100% ആയിട്ട് കണക്ക് കൂട്ടിയിരിക്കുന്നത്. അതിൽ 3/5 എന്ന് പറയുന്നത് ബോയ്സ്, അതിൽ 2/5 എന്ന് പറയുന്നത് ഗേൾസ്. ഇത് എത്ര പെർസെൻറ്റേജ് ആണെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അറിയാമല്ലോ, 3/5 നമ്മൾ നേരത്തെ പഠിച്ചത് കണക്കോലെ പെർസെൻറ്റേജ് കൺവേർഷൻ എങ്ങനെ എടുക്കുന്ന, ഒരു ഇൻറ്റു 100 കൊണ്ട് രണ്ടിടത്തൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 60 എന്ന് കിട്ടും. ആണോടാ? 5 കൊണ്ട് വെട്ടുമ്പോൾ 20, 5 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 40 എന്ന് വരും. അതായത് നമ്മൾ 100 കുട്ടികളുണ്ട് എന്ന് മൊത്തത്തിൽ കണക്കിലെടുത്താൽ ഔട്ട് ഓഫ് 100ലാണ് സംസാരിക്കുന്നതിന് നമ്മൾ എന്താ, ഈ സ്കൂളിൽ മൊത്തത്തിൽ 100 കുട്ടികളുണ്ട് എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ ആ 100ലുള്ള 60 പേരും ബോയ്സ് ആയിരിക്കും, അവശേഷിക്കുന്ന 40 പേര് ഗേൾസും ആയിരിക്കും. ശരി, ഇനി നമുക്ക് എന്ത് പറയണം? ഈ പറയുന്ന 60 എന്ന് പറയുന്ന കുട്ടികളിലെ 20% പേർക്ക് ആ സ്കോളർഷിപ്പ് കിട്ടിയേ. അപ്പോൾ നമ്മൾ എന്ത് പറയണം? 60ന്റെ 20% കണ്ടുപിടിക്കണം. കണ്ടോ? അതെത്ര വരും? 12 വരും. കാര്യം എന്താ? 2 0, ഒരു 2 0 വെട്ടി 6 2 12. അതേപോലെ 40%-ത്തിനകത്തുള്ളതിൽ എന്താ കിട്ടിയേ? 25% പേർക്ക് മാത്രമാണ് സ്കോളർഷിപ്പ് കിട്ടിയത്. അപ്പോൾ 25/100 എടുക്കണം. 25 കൊണ്ട് 100നെ വെട്ടുമ്പോൾ 1/4 വരും. അപ്പോൾ ഇവിടെ 10 വരും. കണ്ടോ? അതിനർത്ഥം എന്താ? സ്കോളർഷിപ്പ് ശരിക്കും പറഞ്ഞാൽ കിട്ടിയിട്ടുള്ളത് എത്ര പേർക്കാ? ഈ 12ഉം 10ഉം അടങ്ങുന്ന 2ഉം കൂടെ ചേർക്കുന്ന എത്ര? 22 പേർക്കാണ് സ്കോളർഷിപ്പ് കിട്ടിയത്. നമ്മളോട് ചോദിക്കുന്നത് എന്താ? സ്കോളർഷിപ്പ് കിട്ടാത്തത് ആർക്കാന്നല്ലേ? ചോദ്യത്തിൽ പറയുന്നത് 20% പേർക്ക് കിട്ടി. അപ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കണം? കിട്ടാത്തത് 80% പേര്. ചോദ്യത്തിൽ പറയുന്നു 25% പേർക്ക് കിട്ടി. അപ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കാം? കിട്ടാത്തത് അവശേഷിക്കുന്ന 75 പേര്. ഇനി നമ്മൾ എന്ത് പറയണം? മൊത്തം കുട്ടികൾ 100 പേരുണ്ട്. 100 പേരുണ്ടെങ്കിൽ 3:2 റേഷ്യോ പ്രകാരം 60 കുട്ടികൾ ബോയ്സും ബാക്കിയുള്ള 40 കുട്ടികൾ ഗേൾസും. അവരിൽ എത്ര പേർക്ക് കിട്ടി, എത്ര പേർക്ക് കിട്ടിയില്ല? ചോദിച്ചേക്കുന്ന കിട്ടാത്തതാണ്. കിട്ടിയതായിരുന്നെങ്കിൽ ഇത് മതിയായിരുന്നു, 22 വന്നേനെ. കിട്ടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 20 മാറ്റി നമ്മൾ എന്തെടുക്കണം? 80% എന്ന രീതിയിൽ വേണം മുമ്പോട്ട് പോകാൻ. 75% എന്ന രീതിയിൽ വേണം മുമ്പോട്ട് പോകാൻ. എന്നിട്ട് 2 കൂടെ കൂട്ടണം. അവിടെ പിടികിട്ടിയോ? അപ്പോൾ ഈ ചോദ്യത്തിന് ആൻസർ എത്ര? 78%. നല്ലൊരു ചോദ്യമാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ച് മനസ്സിലാക്കുക എന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കേ. 5% ഓഫ് സ്റ്റുഡൻസ് ആർ ആബ്സെന്റ് ഇൻ എ ക്ലാസ് സം ഡേ. ഏതോ ഒരു ദിവസം പരിഗണിക്കുന്നു. ആ ഒരു ദിവസത്തിൽ ആ ഒരു ക്ലാസ്സിൽ 5% കുട്ടികൾ വന്നിട്ടില്ല. ഓക്കെ, ഇഫ് ദ നമ്പർ ഓഫ്, അല്ലെ വേണ്ട, ഈ 5% കുട്ടികൾ വന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ബാക്കിയുള്ള 95% പേരും ക്ലാസ്സിൽ ഉണ്ടെന്നല്ലേ? ഇതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഔട്ട് ഓഫ് 100 5 സ്റ്റുഡൻസ്, ഔട്ട് ഓഫ് 100 5 സ്റ്റുഡൻസ് വെയർ ആബ്സെന്റ്, ദ റിമൈനിങ് 95 വാസ് പ്രസന്റ്. 100ലാണ് സംസാരിക്കുന്നതെങ്കിൽ 5 കുട്ടികൾ വന്നിട്ടില്ല, ബാക്കി 95 പേര് വന്നിട്ടുണ്ട്. എങ്കിൽ നമ്മൾ എങ്ങനെ പറയും? 5% ഓഫ് ദ സ്റ്റുഡൻസ്. കാര്യം എന്താ? 100 കുട്ടികളായിരിക്കണം എന്ന് നിർബന്ധമില്ല, ഏതെങ്കിലും ഒരു കണക്കാണ്. പക്ഷേ എത്ര എന്ന് എടുത്താലും ആ ഉള്ള ടോട്ടൽ എത്രയാണോ അതിൻ്റെ 5% എന്തില്ല? ക്ലാസ്സിലില്ല, ബാക്കി 95% പേരുണ്ട്. ഇഫ് ദ നമ്പർ ഓഫ് പ്രസന്റ് സ്റ്റുഡൻസ് ഈസ് 30, ക്ലാസ്സിലുള്ള സ്റ്റുഡൻറ്റുകളുടെ എണ്ണം 38 ആണെങ്കിൽ ദെൻ ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? ഇവിടെ നമ്മൾ ഈ ഒരു 95% പേര് ക്ലാസ്സിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ക്ലാസ്സിൽ പ്രസന്റ് ആയിട്ടുള്ളവരുടെ എണ്ണം എത്രയാണ്? 38 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അന്നേ ദിവസം 5% പേര് വന്നില്ല, അവശേഷിക്കുന്ന 95%, ദാറ്റ് ഈസ് 95/100 ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അതായത് ടോട്ടൽ കുട്ടികളുടെ എണ്ണം എത്രയാണോ അതിൻ്റെ 95%, ദാറ്റ് ഈസ് ഗുണം 95/100, അത്രയും കുട്ടികൾ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അതെത്ര? 38. എങ്കിൽ എന്ത് ചെയ്യണോടാ? എങ്കിൽ പറയണം. എന്ത് പറയണം? എത്ര കുട്ടികളാണ് ആ സ്കൂളിൽ ടോട്ടലായിട്ട് ഉള്ളത് എന്ന് പറയണം. നമുക്കിതിനെ എങ്ങനെ വെട്ടിച്ചെറുതാക്കാം? വലിയ പരിപാടികളൊന്നും നിങ്ങൾ മെനകെട്ട് ചെയ്യുകയൊന്നും വേണ്ട. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, മുകളിലും താഴെയും. അത് ആദ്യം ചെയ്യും. 5 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? 1, അവശേഷിക്കുന്ന 4. അപ്പോൾ ഇവിടെ എത്ര വരും? 19. 5 കൊണ്ട് വെട്ട്, ഇവിടെ എത്ര വരും? 20.
ശരിയല്ലേ? 19നെയും 38നെയും വെട്ടാം. 19 ഗുണം 2 20 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ എത്ര കുട്ടികളുണ്ട് എന്ന് കിട്ടും? 20 ഗുണം 2 സമം 40 കുട്ടികൾ എന്ന് കിട്ടും. എത്ര കുട്ടികളെന്ന് കിട്ടൂടാ? 40 കുട്ടികളുണ്ട് ആ സ്കൂളിൽ എന്ന് നമുക്ക് കിട്ടും. എത്ര കുട്ടികളുണ്ട്? 40 കുട്ടികളുണ്ട് എന്ന് കിട്ടും. വളരെ നിസ്സാര, ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കൊണ്ടുപോകുന്ന പരിപാടിയാണ്. ഇവിടെ ടോട്ടൽ ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? ഈ 20 എന്ന് പറയുന്ന ആളിനെ അങ്ങോട്ട് കൊണ്ടുപോവുക. ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, അപ്പുറം കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇത്രയും മാത്രമേ ഉള്ളൂ. വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാനല്ല ഞാൻ ഈ ചോദ്യം കൊണ്ടുവന്നേ. ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കണമെന്ന് പറയുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം എടുത്തത് കേട്ടോ. ശരി, അടുത്ത ചോദ്യം നോക്കടാ. ഇൻ എ ടെസ്റ്റ് ചിത്ര സ്കോർഡ് 58.5 മാർക്ക് ദാറ്റ് വാസ് ഇക്വലന്റ് ടു ഒബ്റ്റൈനിങ് 78%. അതിനർത്ഥം എന്താ? ഒരു പരീക്ഷ നടത്തി, ആ പരീക്ഷയിൽ ചിത്രയ്ക്ക് ലഭിച്ച മാർക്ക് 58.5 ആയിരുന്നു. ഈ 58.5 എന്ന് പറയുന്നത് ആ പരീക്ഷ നടത്തിയ ടോട്ടൽ മാർക്കിന്റെ എത്ര ശതമാനം? 78%. കണ്ടോ? ആ സെന്റൻസ് വായിച്ച് ഞാൻ അതിനനുസരിച്ച് എഴുതിയത് കണ്ടോ? ഇക്വിവാലന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈക്വൽ ടു 78%. കണ്ടോ? അപ്പോ ചിത്രയ്ക്ക് 58.5 മാർക്ക് ലഭിച്ചു. അത് ടോട്ടൽ മാർക്കിന്റെ 78% എങ്കിൽ ഫോർ വാട്ട് മാർക്സ് വാസ് ദ ടെസ്റ്റ് കണ്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എത്ര മാർക്കിന് വേണ്ടിയിട്ടായിരിക്കണം പരീക്ഷ നടത്തിയത്? അതായത് ടോട്ടൽ മാർക്ക് പരീക്ഷയ്ക്ക് എത്രയായിരുന്നു? എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. എക്സ് സമയം എങ്ങനെ വരും പറഞ്ഞു? എക്സ് സമയം എന്ത് വരും? 58.5 ഗുണം 100 ഡിവൈഡഡ് ബൈ എത്രയുണ്ട്? 78. ശരിയല്ലേ? ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി, ഈ 0.5 അങ്ങ് മാറ്റാൻ പറ്റും. എങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചാൽ ഈ ഒരു 10 അങ്ങ് വെട്ടി മാറ്റിയാൽ മതി. ഇവിടെ 585 വരും. ഈ പോയിന്റ് പിന്നെ ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കും. ഒരു 10 കൊണ്ട് ഇങ്ങോട്ട് ഗുണിച്ചാൽ പോയിന്റ് ഇല്ലാതാവും. അതുകൊണ്ട് 585. 8 5 13 5 18 8 7 15. അപ്പം എന്തായാലും ഇവനെ നമുക്ക് എത്ര കൊണ്ട് വെട്ടാമെന്ന് മനസ്സിലായി? 3 കൊണ്ട് വെട്ടാമെന്ന് മനസ്സിലായി. വെട്ടിക്കോ. ഇവിടെ 2 കൊണ്ട്, അപ്പം 3 2 6. ബാലൻസ് എത്ര ഉണ്ട്? 1 18 വരുമ്പം 6 26. ഇനി ഇവിടെ വാ, 3 കൊണ്ട് വെട്ടുമ്പോൾ 1, ബാലൻസ് എത്ര വരും? 2. അപ്പൊ 3 കൊണ്ട് വെട്ടുമ്പോൾ 27. അപ്പൊ എത്ര വരും? 9×3 27. ബാലൻസ് 1. അപ്പൊ എത്ര വരും? 15 വരും. 15നെ വെട്ടുമ്പോൾ എത്ര വരും? ഇവിടെ 3 കൊണ്ട് വെട്ടുമ്പോൾ I3 15. I3 15. ഇനി വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്ക. ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ 26 എന്നതാ വന്നിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഇവിടെ പരിപാടികൾ നടക്കുമോ? 5 കൊണ്ട് വെട്ടാൻ പറ്റില്ല. 26നെ 13 കൊണ്ട് വെട്ടാൻ പറ്റുമോ നോക്കേ. 13 കൊണ്ട് വെട്ടാൻ പറ്റുമോ നോക്കേ. ഇവിടെ 13 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? ഇവിടെ 13ഉം 6ഉം. ഇവനെ നോക്കിയാൽ മതി. 13 നമുക്ക് കണ്ണുകൊണ്ട് കാണുമ്പോൾ മനസ്സിലാവും. കാര്യം എന്താ? നമുക്ക് വെട്ടിച്ചെറുതാക്കാൻ പറ്റുന്ന നമ്പറുകളേ ഉള്ളൂ. ഇതെല്ലാം ഹോൾ നമ്പറുകളാണ്. ഡെസിമൽ വരുന്ന ഒറ്റയാൾ പോലും ഇല്ല. സോ ഡിവിസിബിലിറ്റി പ്രൂവ്ഡ് ആണ്. നമുക്ക് ക്യാൻസലേഷൻസ് ഏതെങ്കിലും ഒരു രീതിയിൽ പറ്റും. 26നെ 195 മുട്ടിക്കുന്ന ആളാരാ? ഈ 13 കൊണ്ട് ഇവിടെ വെട്ടിയാൽ എത്ര വരും? 2 വരും. 195നെ 13 കൊണ്ട് വെട്ടിയാൽ എത്ര വരും? 195 ഡിവൈഡഡ് ബൈ 13. അപ്പൊ എത്ര വരും? 19നകത്ത് ഒരു തവണ. അവശേഷിക്കുന്നത് എത്രയാ? അവശേഷിക്കുന്നത് 1. ശരിയാണോ? അല്ല. പിന്നെ എത്ര? 13ഉം 6ഉം ആണ് 19. അപ്പൊ 65 വരും. 13 ഗുണം 5 ആണ് 65. സോ ടോപ്പിൽ എത്ര വരും? ഇത് വെട്ടിച്ചെറുതാക്കാം. 15. താഴെ 2 വരത്തില്ലേ? ഈ 2നെ എനിക്ക് ഇവിടെ കൊണ്ട് വെട്ടാം. അപ്പൊ എത്ര വരും? 5. 15 ഗുണം 5 എന്ന് പറയുമ്പം എന്താണ്? 5 5ഉം എത്ര വരും? 15 5 എത്ര വരും? 75 എന്ന് വരും. സോ ആൻസർ എത്ര വരും? 75%. ഇതൊരു ക്ലംസി ആയിട്ട് കിടക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് എഴുതി തരാം. എന്താ പറഞ്ഞേ? ഇവിടെ 58.5 എന്ന് പറയുന്നത് ടോട്ടൽ മാർക്സിന്റെ 78% എന്നാണ് പറയുന്നത്. എങ്കിൽ എക്സ് എന്ന് പറയുന്നത് 58 585. ഒരു 0 അങ്ങ് മാറ്റിയാൽ മതി. ഇതിന്റെ കൂടെ കിടക്കുന്ന ഒരു 0ത്തിനെ അതിനോട് ചേർത്താൽ മതി. ആ ഒരു ഡെസിമൽ മാറും. ഡിവൈഡഡ് ബൈ 78. ഇനി ഞാൻ എന്ത് ചെയ്യണം? വളരെ നിസ്സാരമായിട്ട് ചെയ്യാം. മുകളിലും താഴെയും 3 കൊണ്ട് വെട്ടിച്ചെറുതാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. വെട്ടിച്ചെറുതാക്കുമ്പോൾ ഇത് എത്ര വരും? ഇവിടെ എത്ര വരും? 2. ഇവിടെ എത്ര വരും? 6. ഇവിടെ എത്ര വരും? 1. ഇവിടെ എത്ര വരും? 9. ഇവിടെ എത്ര വരും? 5. ഇനി ഇവരെ തങ്ങളിൽ വെട്ടിച്ചെറുതാക്കാൻ 13 കൊണ്ട് വെട്ടിച്ചെറുതാക്കാം. ഇത് വെട്ടിയാൽ എത്ര വരും? 13 കൊണ്ട് വെട്ടിയാൽ എത്ര വരും? 1. ഇനി എത്ര ഉണ്ട്? 65. 15 5. അപ്പൊ 15 വരും. ഇത് 13 കൊണ്ട് വെട്ടിയാൽ 2 വരും. ഇതിനെ തങ്ങളിൽ വെട്ടിയാൽ ഇവിടെ എത്ര വരും? 5 വരും. 15 5 എത്ര? 75. അതുകൊണ്ട് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. 75 എന്നാണ് ആൻസർ വരുന്നത്. എത്രയാണ്? 75 മാർക്കിന് നടത്തിയ പരീക്ഷയിലാണ് 58.5% ചിത്രയ്ക്ക് നേടുവാൻ സാധിച്ചത്. ആ 58
78.5 എന്ന് പറയുന്നത് 78%. ആരുടെ? 75-ന്റെ 78%. ഓക്കെ അല്ലേ? കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം നോക്കേടാ. A student needs 40%. A student needs 40%. Sorry, എത്രയാണ്? 40% to pass. He obtained 40 marks in exam and failed by 40 marks. What is the maximum marks ഓഫ് ദി എക്സാം എന്നല്ലേ ചോദ്യം. ഇവിടെ മനസ്സിലാക്കിക്കോ, സ്റ്റുഡൻറ്റിന് എത്ര മാർക്ക് വേണോടാ? 40% വേണം. സ്റ്റുഡൻറ്റിന് എത്ര വേണം? 40% വേണം പാസ്സാവാൻ. അയാൾ എത്ര മാർക്കാണ് വാങ്ങിച്ചേ? അവൻ 40 മാർക്ക് വാങ്ങിച്ചു. എത്ര മാർക്ക് വാങ്ങിച്ചു? 40 മാർക്ക്. പക്ഷെ അവൻ എന്താ സംഭവിച്ചത്? തോറ്റുപോയി. ഫെയിൽഡ് ബൈ 40. എത്ര മാർക്കിന്റെ കുറവിലാണ് തോറ്റെ? 40. ആ 40 കൂടി ഞാനിവിടെ ആഡ് ചെയ്യാം. അപ്പോൾ അവൻ 40 മാർക്ക് വാങ്ങി എന്നാണെങ്കിലും ഒരു 40 കൂടി ഉണ്ടായിരുന്നെങ്കിലേ അവൻ ജയിക്കുള്ളൂ. ദാറ്റ് മീൻസ് ടോട്ടൽ 80 ഉണ്ടായിരുന്നെങ്കിൽ അവൻ ജയിച്ചേനെ. ഇനി എന്താ പറയുന്നത്? എങ്കിൽ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് എത്ര? എടാ ഒരു കാര്യം മനസ്സിലാക്കി, ജയിക്കാൻ ജസ്റ്റ് പാസ് ആകാൻ വേണ്ടിയിട്ടാണ് അവൻ നിലവിൽ 40 വാങ്ങിച്ചു. അതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു 40 കൂടെ കിട്ടിയായിരുന്നെങ്കിൽ അവൻ ജസ്റ്റ് പാസ്സായേനെ. അതിനർത്ഥം എന്താ? ജയിക്കാൻ 40% ടോട്ടൽ മാർക്ക് എന്തായിരുന്നോ അതിൻ്റെ 40% ആണ് ഈ പറയുന്ന ജസ്റ്റ് പാസ്. 40 എത്ര വരും? 80. അതാണ്ടേ ഒരു പൂജ്യം വെട്ടിക്കോ. 80 ഈസ് ഈക്വൽ ടു എത്ര വരും? 4/10 എക്സ്. വെട്ടി ചെറുതാക്കേണ്ട എന്താണോ അതങ്ങ് ചെയ്തു. 4 കൊണ്ട് വെട്ടാം. ഇവിടെ എത്ര വരും? 20. ഈ 10 ഇങ്ങോട്ട് കൊടുക്കുക. എക്സ് ഈക്വൽ ടു എത്ര വരും ഇവിടെ? 200. ചോദ്യത്തിന് എന്തെങ്കിലും സംശയമുണ്ടോ? ആൻസർ ഓപ്ഷൻ ഡി 200 എന്ന് വരും. ഡൗട്ട് ഉണ്ടോ നോക്കിയിട്ട് പറ. ആൻസർ എത്ര വരും മക്കളെ? 200 എന്ന് വരും. കാരണം എന്താ? വലിയ പ്രശ്നമൊന്നുമില്ല. നൈസ് ക്വസ്റ്റ്യന്. എന്താ പറഞ്ഞേ? ചോദ്യത്തിൽ പറയുന്നത് 40% മാർക്ക് വേണം പാസ്സാവാൻ. 40% വേണമെന്ന് പറയുമ്പോൾ നിലവിൽ അവന് 40 മാർക്ക് ഉണ്ട്, എന്നിട്ടും അവൻ 40 മാർക്കിന് തോറ്റു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 40 മാർക്കിനോടൊപ്പം ഇനി ഒരു 40 ജസ്റ്റ് പാസ്സാവാൻ. ദാറ്റ് മീൻസ് 80 മാർക്ക് ഉണ്ടെങ്കിലേ ജസ്റ്റ് പാസ്സാവും. ജസ്റ്റ് പാസ് എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജാ? 40%. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. മനസ്സിലായോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത എന്താ? പ്രജിത്ത് എന്ന് പറയുന്ന ഒരാളുണ്ട്. അവന് എത്ര മാർക്കാണ് കിട്ടിയത്? 272 മാർക്ക് കിട്ടി. അവന് എത്ര മാർക്ക് കിട്ടി? 272 മാർക്ക് കിട്ടി. വിച്ച് ഇസ് 64%. അതായത് ഏതോ ഒരു പരീക്ഷ നടത്തി. ഓക്കെ, ആ പരീക്ഷയിൽ അവന് 64% മാർക്ക് കിട്ടി. എങ്കിൽ ആ 64% 272 ആണ്. 272 എങ്കിൽ ഈ നമ്പർ എത്രയാണ്? ടോട്ടൽ ആ ഒരു മാർക്ക് എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 2 കൊണ്ട് വെട്ടിച്ചെറുതാക്കിയാൽ ഇവിടെ 32, ഇവിടെ എത്ര വരും? 50. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ പറയുന്ന 32 ഇനിയും നമുക്ക് വെട്ടിച്ചെറുതാക്കാം. 16 വരും. ഇവിടെ വെട്ടിച്ചെറുതാക്കിയാൽ എത്ര വരും? 25 വരും. ശരിയല്ലേ? ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? 16 എന്ന് പറയുന്ന ആൾ തന്നിരിക്കുന്നതിനകത്ത് ഹോൾ നമ്പേഴ്സ് അല്ലേടാ എല്ലാം. അപ്പോൾ 16 കൊണ്ട് നമുക്ക് എന്തായാലും ഇവനെ വെട്ടാൻ പറ്റുന്ന പരിവായിരിക്കും. ചുമ്മാ ഒന്ന് വെട്ടി നോക്കേ. 16 32. 16 വരും. 16 9 വരും. 92. 16 ഗുണം 6 എന്ന് പറയുന്നത് 80. ഇല്ല, വരത്തില്ല. അപ്പോൾ നമുക്ക് ഇനിയും ഇതിനെ ചെറുതാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് 2 കൊണ്ട് വെട്ടി ചെറുതാക്കിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമോ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഇവിടെ ഇട്ടു. ബാക്കി ആളുകളെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. 272 ഗുണം 25 ഡിവൈഡഡ് ബൈ 16. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്തുകൊണ്ട് വെട്ടിച്ചെറുതാക്കാൻ നോക്കുക? നമുക്ക് 4 കൊണ്ട് എന്തെങ്കിലും വെട്ടിച്ചെറുതാക്കാൻ പറ്റുമോ നോക്കാം. പറ്റും. അല്ലെ 8 കൊണ്ട് വെട്ടിച്ചെറുതാക്കാൻ പറ്റുമോ നോക്കുക. ഡിവിസിബിലിറ്റി നോക്കുമ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റുകൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്പർ കംപ്ലീറ്റ്ലി എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 8 ആയിരിക്കും. ഇത് 16 വെട്ടാൻ പറ്റുമല്ലോ. 2 വരും. ഇവിടെ എത്ര വരും? ഇവിടെ 27. 8 16 24. അപ്പോൾ 3 ആയി. ഇനി അവശേഷിക്കുന്ന എത്രയാ? 24ന്റെ ബാക്കി 3 32 4 34 എന്ന് വരും. കണ്ടോ? ഇനി എന്ത് ചെയ്യാം? ഈ 2 കൊണ്ട് 34നെ വെട്ടിയാൽ 17 വരും. ശരിയല്ലേ? ഇനി നമുക്ക് വൺസ് പ്ലേസ് നോക്കാം. 7 ഉണ്ട്, 5 ഉണ്ട്. 7 5 35. 5ൽ അവസാനിക്കുന്നവന്മാർ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഒരുത്തനുണ്ട്. അതുകൊണ്ട് അത് ആൻസർ. പിന്നെ ചെയ്യാനേ നിൽക്കണ്ട, നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ആൻസർ എന്താണ്? 425. എന്തിനാണ് ചുമ്മാ ആവശ്യമില്ലാതെ ഗുണിച്ച് സമയം കളയുന്നേ? നമുക്ക് എന്താണ് ആൻസർ എന്ന് വ്യക്തമായി തിരിച്ചറിയാനുള്ള രീതി തന്നെ ഓപ്ഷനിൽ തന്നെ ഉണ്ട് എങ്കിൽ പിന്നീട് കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. എന്താ നിലവിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചില്ല. 475 അവസാനിക്കുന്നതും എത്രയിൽ തന്നെയാ? ഈ പറയുന്ന എത്രയിൽ തന്നെയാ? ഈ പറയുന്ന 5ൽ തന്നെയാ. അപ്പോൾ ഒരു പ്രശ്നം വന്നല്ലേ? അപ്പോൾ 17 ഗുണം 25 എന്ന് 17
ഗുണം എത്രയാ ഉള്ളത്? 25 എന്ന് പറയുന്നതാണ് പിന്നീട് നമ്മുടെ പ്രശ്നം. ഇതൊന്ന് ഗുണിച്ച് നോക്കടാ. എങ്ങനെ വരും? 25 ഗുണം 10 എന്ന് പറഞ്ഞാൽ 250 വരും. 25 ഗുണം 4 എന്ന് പറഞ്ഞാൽ 100 വരും. 25 ഗുണം 3 എന്ന് പറഞ്ഞാൽ 75 വരും. 7 5 12 2 ശിഷ്ടം 1 2 4 കണ്ടോ 425. വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനിത് സ്പ്ലിറ്റ് ചെയ്താൽ ഞാൻ കൂട്ടിയത്. ആൻസർ 425 തന്നെ വരും കേട്ടോ. ഈ 5-ൽ അവസാനിക്കുന്നത് 2 പേരുണ്ടായത് കൊണ്ടാണ് ഇനി ഇത് ഞാൻ ചെയ്യേണ്ടി വന്നത്. എന്തായാലും നിങ്ങൾക്കതൊരു ഒരു മുതൽക്കൂട്ടായിക്കോട്ടെ. ഇത് 2 പേരുണ്ടായത് കൊണ്ടാണ് ഞാൻ ചെയ്യേണ്ടി വന്നത്. നിലവിൽ 2 പേരുണ്ടല്ലോ. ഇല്ലായിരുന്നെങ്കിൽ ആ ആൾ ആരാന്നുള്ളത് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റുമായിരുന്നു. നിലവിൽ ഈ ഒരു ആവശ്യം വേണ്ടി വരും. 25 ഗുണം 17 425 എന്നതിന് ആൻസർ വരും. ചെയ്ത് നോക്കിയാൽ മതി. 475 വരത്തില്ല. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താടാ? അലോക് എന്ന് പറയുന്നൊരു കുട്ടിയുണ്ട്. അവന് 1200 രൂപ സേവ് ചെയ്യാൻ പറ്റി. പക്ഷേ അവന് 85% എന്ത് ചെയ്ത് കളഞ്ഞു? അവൻ നശിപ്പിച്ചു കളഞ്ഞു. നശിപ്പിച്ചു കളഞ്ഞു. അല്ലാതെ സ്പെൻഡ് ചെയ്ത് കളഞ്ഞു. നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് അവൻ്റെ ആവശ്യത്തിന് വേണ്ടി അവൻ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവൻ സേവ് ചെയ്ത എമൗണ്ട് എത്രയാണെന്ന് മാത്രം നോക്ക്. 1200 രൂപ. 85% അവൻ സ്പെൻഡ് ചെയ്തെങ്കിൽ അവശേഷിക്കുന്ന 15% അവൻ സേവ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ 100ലേക്ക് എത്താൻ അധികമായുള്ള 15% എന്ന് പറയുന്നതായിരിക്കും എന്ത്? അല്ലെങ്കിൽ 15 ഡിവൈഡഡ് ബൈ 100. 15% എന്ന് പറഞ്ഞാൽ 15 ഡിവൈഡഡ് ബൈ 100. ഈ 15 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുന്ന ആളാണ് ഏതോ അവൻ്റെ സാലറിയുടെ 15 ഡിവൈഡഡ് ബൈ 100. അതാണ് ആര്? 1200 എന്ന് പറയുന്നത്. എങ്കിൽ എക്സ് എത്രയാണ് എന്ന് ചോദിച്ചാൽ എക്സ് സമം 1200 ഗുണം 100 ഡിവൈഡഡ് ബൈ 15. ഇങ്ങനൊന്നും എഴുതണമെന്നില്ല. ഞാനൊക്കെ ഇത് എന്തിനാ എഴുതുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മൈൻഡിൽ കൂടെ ഞാനിത് ചെയ്യുമ്പോൾ കയറി ഇറങ്ങി പോകണം. ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ പടപടാ ഞാൻ വെട്ടി എന്ത് ചെയ്യും? ഓരോന്നോരോന്ന് അങ്ങ് മാറ്റിയിടും. ഇപ്പം നോക്കിക്കോണേ. നമുക്ക് കണക്കിലെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നൈസിനങ്ങ് ചെയ്തു പോവുക. ഈക്വൽ ടുവിന് അപ്പുറത്തും ഇപ്പുറത്തും 5 1 6 2 1 3 3 കൊണ്ട് വെട്ടാൻ പറ്റും. ഒറ്റയടിക്ക് ഞാൻ 3 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ എത്ര വരുടാ? 5 വരും. 3 കൊണ്ട് വെട്ടുമ്പോൾ ഇത് എത്ര വരുടാ? 4 വരും. കണ്ടോ? ഇനി 5 കൊണ്ട് മുകളിലും താഴെയും വെട്ടുമ്പോൾ ഇവിടെ എത്ര വരുടാ? 20 വരും. എങ്കിൽ എക്സ് എന്ന് പറയുന്നത് 4 ഗുണം 2 എന്ന് പറയുന്നത് ഏകദേശം എത്ര വരുന്നുണ്ട്? കണക്കൂട്ടി നോക്കിക്കോ. 20 ഉണ്ട് 400. ഇവിടെ 400 ആണേ. 400 ഗുണം 2 എത്ര വരുടാ? 800 വരുവേ. 2 0 അധികം ഉണ്ട്. അപ്പോൾ 8000 ആണ് ആൻസർ. ഞാൻ ഇങ്ങനൊന്നും എഴുതേണ്ട കാര്യമില്ല. ചുമ്മാ അങ്ങ് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകാനേ. ഇനി എന്താ? വെട്ടിക്കോ. ഇവിടെ 5 വന്നു 3 ഉണ്ട്. ഇനി ഇവിടുന്ന് വെട്ടി കാണിച്ചു തരാം. ഇങ്ങനെ എഴുതിയിട്ട് ചെയ്യുന്ന ആൾക്കാർ ചിലരുണ്ട്. അതുകൊണ്ട് മാത്രമാണ്. ഇവിടെ 15 3 കൊണ്ട് വെട്ടിയപ്പോൾ ഇവിടെ 5 വന്നു. ഇവിടെ എത്ര വന്നു? 400 വന്നു. ശരിയല്ലേ? ഇനി 5 കൊണ്ട് മുകളിൽ വെട്ടിയാൽ ഇത് മൊത്തത്തിൽ എത്ര വരും? 20 വരും. എത്ര വരും? 20 വരും. ഇനി വേണമെങ്കിൽ ഡിജിറ്റ് സമ്മ് നോക്കാം. കൂട്ടുമ്പോൾ 4 2 8 8 വരുന്ന ആരുണ്ടെന്ന് നോക്കിയാൽ മതി. ഡിജിറ്റ് സമ്മ് നോക്കിയാൽ മതി. 4ഉം 2ഉം കണ്ടോ? ബാക്കിയെല്ലാം 0. ഇത് 4 ഇത് മൊത്തത്തിൽ 2. 4 ഗുണം 2 8. 8 വരുന്ന എത്ര പേര് ഇതിനകത്തുണ്ടെന്ന് നോക്കിയാൽ മതി. 8 വരുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ വേണമെങ്കിൽ ഡിജിറ്റ് സമ്മ് വെച്ചിട്ട് വേണമെങ്കിൽ ഇവിടുന്ന് ഇതിൻ്റെ ആൻസർ പറയാം. ഇല്ലെങ്കിൽ 400 ഗുണം 20 എന്ന് പറയുന്നത് എത്ര വരും? 8000. എടാ, ഒരു പരീക്ഷയ്ക്കും ഫൈനൽ ആൻസർ ഇതാണ് എന്ന് എഴുതി വെച്ച് അടിവര ഇടാൻ നിൽക്കരുത്. കാര്യം ഇത് എഴുതാൻ വേണ്ടി തന്നെ സമയം പോകും. ഇത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി ബാക്കി എഴുതണ്ട. നേരെ പോയി ആൻസറിൽ കറപ്പിച്ചാൽ മതി കേട്ടോ. അതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളെ തന്നെ പാകപ്പെടുത്തി എടുക്കണമെന്നേ. ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള പല സാഹചര്യങ്ങളും സമയം കളയും. നമുക്കാകെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു 10-30ഓളം വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളതാണ്. ഈ 30 ചോദ്യങ്ങളിൽ ഒരു ചോദ്യത്തിൽ ഒരു 10 സെക്കൻഡെങ്കിലും നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അടുത്ത ചോദ്യം ചെയ്യാൻ ആ 10 സെക്കൻഡ് നിങ്ങൾക്ക് അധികം കിട്ടും. ഇനി ആ ചോദ്യത്തിനകത്ത് നിങ്ങൾ പെട്ടെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് പരീക്ഷ ചെയ്ത് തീർന്നിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പാളിച്ചകൾ പറ്റിയിട്ടുണ്ടോ നിങ്ങൾക്ക് ഒന്നുകൂടെ വെരിഫൈ ചെയ്യാൻ സമയം കിട്ടും. അപ്പോൾ സമയത്തിന് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ ഒരു സാധനം പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോവാം. അടുത്ത ചോദ്യം, ഒരു പേഴ്സൺ ഉണ്ട്. അയാളുടെ സാലറി 28% ആണ്. പേഴ്സൺ പേയ്സ് എന്താണ്? 28% ഓഫ് എ സാലറി ആസ് എ ഡെപ്റ്റ് വിച്ച് ഇസ് ഈക്വൽ ടു 8960. അതായത് അയാൾക്ക് കിട്ടിയ സാലറിയുടെ 28% അയാൾ റെൻ്റ് ആയിട്ട് കൊടുത്തു. അയാളുടെ സാലറി എത്രയാണോ അതിൻ്റെ 28% അയാൾ റെൻ്റായിട്ട് കൊടുത്തു. ആ റെൻറ്റ് കൊടുത്തത് 8960. കണ്ടോ? ചോദ്യം വായിച്ച് മനസ്സിലാക്കി എഴുതാൻ പറ്റുന്നുണ്ടല്ലോ. എങ്കിൽ അയാളുടെ മന്ത്ലി സാലറി എത്രയാണെന്നാണ് ചോദ്യം.
ഓക്കെ, ഏറ്റവും എളുപ്പത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു മാറാൻ പറ്റും എന്നാണെങ്കിൽ അത് വളരെ ഉത്തമമായിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടോ ഇവനെ, ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടോ ഇവനെ. എന്തായാലും അവസാനിക്കുന്നത് എന്തായാലും ഒരു 0-0 എന്ന രീതിയിലായിരിക്കും. ഇവനെ 2 കൊണ്ട് വെട്ടിക്കോ. ഞാൻ ഇത് ഡിജിറ്റ് സംഭവിച്ച് ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. ഞാനിത് ആദ്യമായിട്ടാണ് ഈ ചോദ്യം ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡിജിറ്റ് സംഭവിച്ച് ഇതിൻ്റെ ആൻസർ എന്തെങ്കിലും കാരണം കൊണ്ട് പറയാൻ പറ്റുമെന്ന് നോക്കാം. പക്ഷേ ഡിജിറ്റ് സമ്മിനൊരു പ്രശ്നമുണ്ട്. ഈ ഡിവിഷനിൽ കിടക്കുന്ന ആൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് വെട്ടിച്ചെറുതാക്കി ഒരു പരുവത്തിൽ എത്തിക്കണം. അതുകൊണ്ട് ഞാൻ 2 കൊണ്ട് ആദ്യം വെട്ടി. ഇപ്പോൾ ഇവിടെ എത്ര വരും? 14. ഇവിടെ എത്ര വരും? 50. ഞാൻ ഒരു തവണ കൂടി ഞാൻ ഇതിനെ വെട്ടിച്ചെറുതാക്കാണ് 2 കൊണ്ട്. അപ്പോൾ ഇവിടെ എത്ര വരും? 7. ഇവിടെ എത്ര വരും? 25 എന്ന് വരും. ഇനി ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 7 ഗുണം എക്സ് സമം എത്ര എന്ന് എടുത്തടാ? 8,9,6,0 ഗുണം 25 എന്നെടുത്തു. ഡിജിറ്റുകളുടെ സമ്മ് നോക്കുക. 5 2 എത്ര വന്നു? 7. ഇവിടെ എത്ര വന്നു? 9 6 15. 15ഉം 8ഉം എത്ര വരും ഇവിടെ? 15ഉം 8ഉം എന്ന് പറയുമ്പോൾ എത്ര വരും? 23. ശരിയല്ലേ? അപ്പോൾ ഒന്നുകൂടെ 8 9 17 17 6 23. 23 എന്ന് പറയുമ്പോൾ 3 2 5. കണ്ടോ? 7 5 35. 35 എന്ന് പറയുമ്പോൾ 5 3 8. കണ്ടോ? 5 3 8. ഇനി ഇവിടെ 8 വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി 7 ഉണ്ട്. ഇനി ഇവിടെ 8 വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 3 2 5 സം എടുക്കുമ്പോഴേ 4 3 7 സം എടുക്കുമ്പോഴേ 8 2 10. ഇവിടെ എത്ര ഉണ്ട്? 3 എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ആരെ ഇട്ട് കൊടുത്താലാണ് ശരിയാവുന്നത്? 7 ഗുണം 5. കണ്ടോ? 7 ഗുണം 5 ആണ്. കണ്ടോ? 7 ഗുണം 5 35. 5 3 8. 7 ഗുണം 7 7 ഗുണം 7 എന്ന് പറയുമ്പോൾ 49. 49ന്റെ 4ഉം 9ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും ഇവിടെ? 9 4 13. 3 1 4 വരത്തില്ല. ഇനി അടുത്ത 11 എടുക്ക്. 10 ഇട്ട് കൊടു. 10 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 7 ഗുണം 10 7 ഗുണം 10 70. 70 എന്നെടുത്തു കഴിഞ്ഞാൽ 7ൽ അവസാനിക്കണം. അതെന്തായാലും വരത്തില്ല. ഇനി 30 3 ഇട്ട് കൊടു. 7 3 21 2 1 3 വരുന്നില്ല. ആകെ ഒരേ ഒരു സാധ്യത ഓപ്ഷൻ എക്ക്. കണ്ടോ? ഡിജിറ്റ് സമ്മ് നൈസായിട്ട് ഇട്ടു. ഞാൻ ഇത് വെട്ടിച്ചെറുതാക്കി ഒരു പരുവ് എത്തിച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ. കാരണം ഈ ഡിവിഷനിൽ ഇവൻ കിടക്കുന്നത് വലിയ പ്രശ്നമാണ്. അവനെ ന്യൂമറേറ്ററുകളിൽ ഉണ്ടെങ്കിൽ മാത്രം എല്ലാവരെയും ന്യൂമറേറ്ററി അടുക്കി നിർത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ആ ഒരു ഡിജിറ്റ് സമ്മ് നോക്കാൻ. അത് വെട്ടിച്ചെറുതാക്കിയ ഫോമിൽ നിന്ന് വേണം പോകാൻ. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ പറയാനുണ്ട് ഡിജിറ്റ് സമ്മിൻ്റെ കാര്യം പറയുമ്പോൾ. പക്ഷേ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇത് വേണ്ട, നിങ്ങൾക്ക് വെട്ടിച്ചെറുതാക്കി തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തോ. എങ്ങനെ വരും? 28/100 ഗുണം എക്സ് സമം എത്രയും നട വന്നേക്കുന്നത്? 8,9,6,0. ശരിയല്ലേ? വെട്ടി ചെറുതാക്കിക്കോ. ആദ്യം മുകളിലും താഴെ എടുത്തു. ഇവിടെ എത്ര വരും? 7/25 എന്ന് വരും. ഇനി എന്ത് ചെയ്യാൻ പറ്റും? 7 കൊണ്ട് ഇവനെ വെട്ടാൻ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്ന് നോക്കെ. കാണാതിരിക്കാൻ ഒരു വഴിയില്ല. കാര്യം കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആകുന്ന രീതിയിൽ ഒരു ആൻസർ അല്ലേ വരുന്നത്. അപ്പോൾ 7 ഒരു തവണ ബാലൻസ് 19 വരുന്നുണ്ട്. 7 2 14. 2 തവണ 14 5 വരുന്നുണ്ട്. 7 8 56 1280. കണ്ടോ? ഞാൻ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നത് ഓപ്ഷൻസുകളിൽ നോക്കിയിട്ടാണ്. എല്ലാ നമ്പറുകളും എനിക്ക് കാണാപ്പാടമാണ്. ചുമ്മാ ഞാൻ പറഞ്ഞ എന്താ? ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ എന്താ ഓപ്ഷൻസ് നോക്കിയത്? ഡെസിമൽസോ വേറെ കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ ഡിവിസിബിലിറ്റി സെറ്റാണ്. വേറെ നോക്കേണ്ട കാര്യമില്ല. അതായത് 7 പോയി. ഇനി എന്ത് ചെയ്താൽ മതി? എക്സ് = 1 2 8 0 ഗുണം 25. ശരിയല്ലേ? ഇനി ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അവസാനിക്കുന്നത് എല്ലാവർക്കും 3 0-യിലാണ്. അപ്പോൾ ഈ 3 0-യിൽ തൊട്ടുള്ള കളി പാടില്ല. അവശേഷിക്കുന്നതായ ഭാഗം എന്ന രീതിയിൽ നമുക്ക് നോക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ 1280ൻ്റെ ഇരട്ടി എത്ര വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12. എത്ര വരും ഇവിടെ? 1280ൻ്റെ ഇരട്ടി അല്ലേ? 1280 ഗുണം 25. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ എത്ര വരും? ആൻസർ എത്ര വരും? താ നോക്കിക്കോണം. ഇവിടെ എത്ര വരും? 0 ആണോ? ഇവിടെ 8 5 40 0 ശിഷ്ടം 4. 5 2 10 10 4 14 4 ശിഷ്ടം 1 5 1 5 1 6. ഇനി എത്ര വരും? 0 8 2 16 6 ശിഷ്ടം 1 2 2 4 1 5 2. എല്ലാം കൂടെ കൂട്ടിയെടുത്തോ. എത്ര വരും? 0. ഇതെത്ര വരും? 0 0. ഇവിടെ എത്ര വരും? ശിഷ്ടം 1 6 5 11 1 12 2 ശിഷ്ടം 1 2 1 3. കണ്ടോ? 32,000 തന്നെ വരും. വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തോ, അല്ലെ ഡിജിറ്റ് സമ്മ് ചെയ്തോ, അല്ലെങ്കിൽ ഇതാ ഇവിടെ വേണമെങ്കിൽ ഡിജിറ്റ് സമ്മ് അപ്ലൈ ചെയ്യാം. ഇവിടെ എത്തിച്ചിട്ട് വേണമെങ്കിൽ ഡിജിറ്റ് സമ്മ് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കോളും കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ അല്ലേ? പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ ഡിജിറ്റിൻ്റെ സമ്മ് എടുക്കുന്ന സമയത്ത് ഈ ഡിജിറ്റ് സമ്മ് ടാലി ആവുന്ന രീതിയിൽ ഓപ്ഷനിനകത്ത് 4 ഓപ്ഷനുകൾക്ക് 4 ആൻസറുകളായിരിക്കണം ഡിജിറ്റ് സമ്മിന് വേണ്ടിയിട്ട് വരുന്നത്. ഇല്ല എങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ട്. എങ്കിലും മാക്സിമം ക്യാൻസലേഷൻസ് പോസിബിൾ ആവും. വലിയ കണക്കുകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ക്യാൻസലേഷൻസ് വരും. പ്ലസ് യൂണിറ്റ് പ്ലേസിൻ്റെ ഒരു സെറ്റപ്പ് കൂടെ നിങ്ങളൊന്ന് കോമ്പിനേഷനിൽ കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ അല്ലേ? ഞാൻ ചെയ്ത് അങ്ങനെ പറ്റുന്നുണ്ട്. അത് ചോദ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് എൻ്റെ ലോജിക്കിൽ എനിക്ക് എന്ത്
തോന്നുന്നു അതിനനുസരിച്ചാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യാറ്. പക്ഷേ നിങ്ങൾക്കായതുകൊണ്ടാണ് ഞാനൊരു ബേസിക് ഫോർമാറ്റ് കീപ്പ് ചെയ്യുന്നത്, അതും ലോ പ്രൊഫൈലിൽ നിന്നുകൊണ്ടുള്ള ഒരു ബേസിക് ഒരു രീതി ഞാൻ ഫോളോ ചെയ്ത് പോകുന്നത്. ഇതാണ് എളുപ്പം. എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്ത് മുമ്പോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു പോവുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഒരു ചോദ്യം നോക്കേ. വീർ സ്പെൻഡ് 15% ഓഫ് ഹിസ് ഇൻകം ഫോർ റെന്റ് and 60% of the rest on household. He saves 2210 rupees. Then what is his income? അപ്പോൾ നമുക്ക് 100 എന്ന രൂപയാണ് അയാളുടെ സാലറി എന്ന രീതിയിൽ സംസാരിക്കാം. ഇപ്പോൾ എനിക്ക് 100 രൂപ സാലറി ഉണ്ട്, ഞാനാണ് വീറെന്ന് വിചാരിക്കുക. ആ 100 രൂപയിലെ 15 രൂപ ഞാൻ എന്തിനു വേണ്ടി ചിലവാക്കി? റെൻറ്റിന് വേണ്ടി ചിലവാക്കി. എന്തിനു വേണ്ടി? റെൻറ്റിന് വേണ്ടി ചിലവാക്കി. ഇനി എന്താ എൻ്റെ കയ്യിൽ ഇനി അവശേഷിക്കുന്നത് എത്രയാ? 85 രൂപയുണ്ട്. ആ 85 രൂപയുടെ 60% ഞാൻ എന്തിനു വേണ്ടി ചിലവാക്കി? ഞാൻ ചിലവാക്കിയത് ഹൗസ് ഹോൾഡ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട്. ഇനി ഇത് എങ്ങനെ കണ്ടുപിടിക്കും? ദാണ്ടേ 0 വെട്ടി 0 വെട്ടി. 85 ഗുണം 6 എന്ന് പറഞ്ഞാൽ എത്ര വരും? 8 5 6 8 എത്ര വരും? 48. 480. 6 5 എത്ര വരും? 30. 48 480 30 കൂടെ വരുമ്പോൾ എത്ര വരും? 510 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. ആൻസർ എത്ര വരുന്നത്? 51. ശരിയല്ലേ? ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇനി ചെയ്യേണ്ടത് ഈ 51% അല്ലെങ്കിൽ ഈ 51 അല്ലെങ്കിൽ 15% എന്നും 51% എന്നും പറയും. അല്ലെങ്കിൽ 100 രൂപയിലെ 15 രൂപയും 51 രൂപയും ഞാൻ ഓൾറെഡി ചിലവാക്കി കഴിഞ്ഞു. അതായത് 15 + 51 രണ്ടും കൂടെ ചേർത്താൽ ഞാൻ എത്ര ചിലവാക്കിയിട്ടുണ്ട്? 66% ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. എങ്കിൽ ഇനി എൻ്റെ കയ്യിൽ ബാലൻസ് എത്ര ഉണ്ട്? 100 - 66 കണക്കൂട്ടിയെടുക്കാം. 34%. പാടില്ലല്ലോ. അപ്പോൾ അതിനർത്ഥം എന്താ? ഈ 34% എൻ്റെ സാലറിയുടെ 34%, ദാറ്റ് മീൻസ് 34/100 ഓഫ് മൈ സാലറി, അതിനെ എക്സ് എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 2210. ഓക്കെ ആണോ? ഇനി നേരെ 4 ഓപ്ഷൻസ് നോക്കുക. ഡെസിമൽസ് ഒന്നും ഇല്ലല്ലോ. ഇനി ചെയ്യാൻ എളുപ്പമുള്ള പരിപാടികൾ എന്താണെന്ന് നോക്കാം. ആദ്യമേ വെട്ടി ചെറുതായിക്കോ 2 കൊണ്ട്. അപ്പോൾ ഇവിടെ 17 വരും. ഇവിടെ എത്ര വരും? ഇവിടെ 50. അപ്പം തന്നെ ഉറപ്പിച്ചോണം ഈക്വൽ ടുവിന് അപ്പുറത്തും ഇപ്പുറത്തും 17 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം, അല്ലേ അങ്ങനെ തരത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാം. 17 കൊണ്ട് വെട്ടിയാൽ ഇവിടെ എത്ര വരും? 1. ബാലൻസ് എത്ര ഉണ്ട്? 5. 51 എന്ന് പറഞ്ഞാൽ 17 × 3 ദാറ്റ് ഈസ് 130 വരും. 17 വെട്ടി മാറിയേ. ഇനി എന്തുണ്ട്? എക്സ് ഈക്വൽ ടു 130 ഗുണം 130 ഗുണം 50. 13 ഗുണം 5 എത്ര? 65. ആണ്ടേ 6500 എന്ന ആൻസർ വരും. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ചെയ്ത് നോക്കാം കേട്ടോ. വേണമെങ്കിൽ നമ്മൾ ഡിജിറ്റ് സമ്മ മെത്തേഡ് പറഞ്ഞത് ഈ വരുന്ന ചോദ്യങ്ങളിലൊക്കെ ഏത് രീതിയിലാണ് വരുന്നതെന്നൊന്ന് നോക്കിക്കോ കേട്ടോ. അതായത് ഡിവൈഡഡ് ബൈ 2 വരുമ്പോൾ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഒരു നമ്പറുണ്ട്. ഡിവൈഡഡ് ബൈ 5 വരുമ്പോൾ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഒരു നമ്പറുണ്ട്. അങ്ങനെ കുറേ ഫോർമാറ്റുകൾ ഡിജിറ്റ് സമ്മ മെത്തേഡിനും ഉണ്ട്. അതൊരു സെപ്പറേറ്റ് എന്നുള്ള രീതിയിൽ നമുക്കത് പഠിക്കാം കേട്ടോ. തൽക്കാലം നിങ്ങൾ ഇതെന്ത് ചെയ്യുക? നോർമൽ രീതിയിൽ തന്നെ ചെയ്ത് ഏറ്റവും പെട്ടെന്ന് തന്നെ വെട്ടി ചെറുതാക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പെർസെൻറ്റേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനിയും ചോദ്യങ്ങൾ വരാനുണ്ട്. അപ്പോൾ ഈ ഒരു വലിയൊരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു സാധനം നിങ്ങൾ കൈ മുതലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു മാർക്ക് നിങ്ങളുടെ കയ്യിൽ ഇരിക്കും എന്നത് 100% ഉറപ്പാണ്. 1 ആയാലും 2 ആയാലും ഓരോ മാർക്കുകളും ഇമ്പോർട്ടൻ്റാണ്. ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിൽ ഏകദേശം 100ഉം 200ഉം റാങ്കുകളാണ് മറിഞ്ഞു മാറുന്നത്. അധികം ഒരു റാങ്ക് കയ്യിലിരുന്നാൽ അല്ലെങ്കിൽ ഒരു മാർക്ക് കയ്യിലിരുന്നാൽ 100 റാങ്ക് മുകളിൽ കയറാം എന്ന് ചിന്തിക്കും. മാക്സിമം 100ന് ലക്ഷ്യം വെച്ച് പഠിക്കും. 110ന് ലക്ഷ്യം, 100 മാർക്കിൻ്റെ പരീക്ഷ ആണെങ്കിൽ 110 മാർക്ക് എനിക്ക് വേണമെന്ന് പറഞ്ഞ് പഠിക്കും. അപ്പോൾ സാധനങ്ങളൊക്കെ റെഡിയാവും. അപ്പോൾ മാത്സ് എന്ന് പറയുന്ന സാധനം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്നു. ചെയ്തല്ലാതെ ഈ ഒരു സാധനം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. ഒരു പേനയും പേപ്പറും കൊണ്ട് ഇരിക്കുക. മാക്സിമം എത്ര ചോദ്യങ്ങളാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ചോദ്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ആക്രാന്തം മൂക്കട്ടെ. പക്ഷേ ഒരു കാര്യം, നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുകയാണ്, എടാ നീ ഇത് പഠിച്ചു, കുറച്ച് ചോദ്യങ്ങൾ എണ്ണത്തിലൊക്കെ കുറയ്ക്കാം എന്ന് പറയുന്നത് വരെയും ചെയ്തോണം. അതായത് എനിക്കൊന്നും മനസ്സിലായില്ല, എന്നാലും വേണ്ട ചെയ്യണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചെയ്ത് സെറ്റായി എന്ന് എൻ്റെ മനസ്സ് എന്നോട് പറയും, എടാ നീ ഇത് ഓക്കെ ആയി, നീ ഇതെന്തിനാ പിന്നെയും കുത്തിയിരുന്നേന്ന്, അടുത്ത പടി എന്ന് പറയുമ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കുറയ്ക്കും ചോദ്യങ്ങൾ. എന്നിട്ട് വൺസ് ഇൻ എ വൈൽ റിവിഷൻ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകും. അപ്പോൾ ആ ഒരു പരുവത്തിലേക്ക് നിങ്ങൾ എത്തണം കേട്ടോ. എൻ്റെ പ്രാർത്ഥന എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.